ശിശുക്കൾക്ക് മാമോദീസ നൽകാതിരിക്കുവാനായിട്ട് എന്തെങ്കിലും വാക്യങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിലുണ്ടോ എന്നും, അല്ലെങ്കിൽ പ്രായമായവർക്ക് മാത്രമാണ് മാമോദീസ കൊടുക്കേണ്ടതെന്ന വാക്യം വിശുദ്ധ ബൈബിളിലുണ്ടോ എന്നും ബഹുമാനായ നമ്മുടെ അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോട് ചോദിക്കുകയുണ്ടായി. ആ ചോദ്യം ഇന്നോ ഇന്നലെയോ വന്ന ചോദ്യങ്ങളല്ല, നൂറ്റാണ്ടുകളായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണത്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി നാം അത്യുന്നതനായ ദൈവത്തിൻ്റെ പാദപീഠത്തെങ്കിൽ എത്തിയിരിക്കുകയാണ്. സകല മഹത്വവും പുകഴ്ചയും തിരുപാദപീഠത്തെങ്കിൽ അർപ്പിക്കുകയാണ്. സന്നിഹിതരായിട്ടുള്ള എത്രയും വാത്സല്യമുള്ള സഹോദരങ്ങളെ, എൻ്റെ ക്രിസ്തീയ വന്ദനത്തെയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടെ വിശുദ്ധ ദിവസം തിരുസന്നിധിയിൽ കടന്നു വരുവാൻ അവിടെ നമുക്ക് അവസരം നൽകി ദൈവസാന്നിധ്യം അനുഭവിക്കുവാനും ദൈവശബ്ദം കേൾക്കുവാനും അങ്ങനെ വിശുദ്ധ തിരുവെഴുത്തിന് മുമ്പാകെ ആയിരിക്കാനും കർത്താവ് ഇങ്ങനൊരു അവസരം ഒരുക്കി. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടികൾ പറയുകയായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കുവാനായിട്ട് വാക്യമുണ്ടോ എന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ 2 ആഴ്ച മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും കൊടുക്കാതിരിക്കാനും ഒന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതുപോലെ മുതിർന്നവർക്ക് മാത്രം മാമോദീസ കൊടുക്കുവാനോ കൊടുക്കാതിരിക്കുവാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. വിശുദ്ധ തിരുവെഴുത്ത് സത്യഗ്രന്ഥമാണ്. അതിനകത്ത് സത്യാന്വേഷികൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളുമുണ്ട്. അത് തർക്ക വിതർക്കങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു സ്പേസ് അല്ല. അതിനെ അങ്ങനെ അന്വേഷിക്കുന്നവർക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാം. അല്ലാത്ത നിലയിൽ ജീവൻ്റെ തുടുപ്പുകൾ അന്വേഷിക്കുന്നവർക്ക് നിശ്ചയമായും അതിൽ നിന്ന് നിത്യജീവൻ്റെ മൊഴികൾ ലഭിക്കും. അങ്ങനെ നാം തിരുവെഴുത്തുകളെ സത്യാന്വേഷണം എന്നുള്ള നിലയിലാണ് പരിഗണിക്കുന്നതും അന്വേഷിക്കുന്നതും. നമ്മുടെ കയ്യിൽ ലഭിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ തിരുവെഴുത്ത് ഇത് ഓർത്തഡോക്സുകാരുടെ പുസ്തകമല്ല, ഇത് കത്തോലിക്കരുടെ പുസ്തകമല്ല, ഇത് പെന്തിക്കോസുകാരുടെ പുസ്തകമല്ല. ഇതിവിടെയുള്ള ഏതെങ്കിലും മനുഷ്യന് ഓണർഷിപ്പ് അവകാശപ്പെടുവാൻ പാകത്തിനൊന്നുമില്ലെന്നുള്ളതാണ് എൻ്റെ ഇത്രയും നാളത്തെ ബോധ്യം. ഇത് ഉയരത്തിലെ ആലോചനയാണ്. ഇത് വലിയവനായ ദൈവത്തിൻ്റെ നിശ്വാസത്താൽ താൻ നിയോഗിച്ച തൻ്റെ ഭക്തന്മാരെ കൊണ്ട്, അതായത് ഈ കാലത്ത് അപ്പോസ്തലന്മാരെ കൊണ്ടും പൂർവ്വകാലത്ത് വിശുദ്ധ പ്രവാചകന്മാരെ കൊണ്ടും ഒക്കെ എഴുതിപ്പിച്ച ആ എഴുത്തുകളുടെ ഒരു സംയോജനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന തിരുവെഴുത്ത്. നമ്മളതിനെ ഏത് രീതിയിലാണ് പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഗൗരവമായ കാര്യമാണ്. നമ്മൾ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടി വളയ്ക്കുവാനോ ഒടിക്കുവാനോ തിരിക്കുവാനോ ഒക്കെ ആയിട്ടാണ് ഇതിനെ അഭിമുഖീകരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ ചോദ്യം ബാക്കിയാവും. എന്നാലും നമ്മുടെ നിത്യത ഒരു ഗൗരവമായ വിഷയമാണ്. അതൊക്കെ മറന്നുകൊണ്ടാണ് പല ആളുകളും ഈ വക കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നത്. സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വക കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചും ധ്യാനിച്ചും ഒക്കെ പോയപ്പോൾ ചില ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കാമോ ഇല്ലയോ എന്നുള്ള ആ ചോദ്യത്തിനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മറുപടി കൊടുക്കാൻ പറ്റി. അത് അങ്ങനത്തെ കാര്യങ്ങളല്ല ഈ പുസ്തകത്തിൽ പറയുന്നത്. ഇത് വളരെ ഗൗരവമായ കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളും ആ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ താല്പര്യങ്ങളും ഒക്കെ നമ്മൾ വായിക്കുകയായിരുന്നു പുസ്തകത്തിൽ നിന്ന്. അതുപോലെ ചില വാക്യങ്ങൾ പുതിയ തേങ്ങ പോലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ഇന്നും കിടക്കുകയാണ്. ചില വാക്യങ്ങളല്ല, വലിയ പങ്ക് വാക്യങ്ങളും അതിൻ്റെ പൊരുളുകൾ തിരിഞ്ഞു കിട്ടാതെ വണ്ണം അതിനെ ആക്ഷരികമായി തന്നെ എടുത്തുകൊണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്ന എത്രയോ കൂട്ടങ്ങളാണ് ക്രൈസ്തവ ലോകത്തുള്ളത്. ദൈവസന്നിധിയിൽ കാത്തിരുന്ന് അതിൻ്റെ ഉത്തരങ്ങൾ തേടുകയോ പൊരുളുകൾ തിരിക്കപ്പെടുവാനായിട്ട് സാവകാശത്തോടെ കാത്തിരിക്കുകയോ ഒന്നും പലരും ചെയ്യുന്നില്ല. ഞങ്ങൾ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്, അപ്പനപ്പൂപ്പന്മാരായിട്ട് ഇങ്ങനെയാണ് വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് എല്ലാവരും പോകുന്നത്. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ യഹൂദന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ പിതാക്കന്മാർ അവർ ഊറ്റം കൊള്ളുന്നവരാണ്. പിതാക്കന്മാരിൽ നമ്മളെക്കാളൊക്കെ കുറച്ച് അധികം ഊറ്റം കൊള്ളുന്ന ആൾക്കാരാണ് അവർ. അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെയും ദൈവം എന്നൊക്കെ പറയുമ്പോൾ അവരുടെ രോമം എഴുന്നേറ്റ് നിൽക്കും. പിന്നീട് പറഞ്ഞു വരുമ്പോൾ ഞങ്ങളുടെ പിതാവായ യാക്കോബിൻ്റെ കല്ലറ, ഞങ്ങളുടെ പിതാവായ യാക്കോബിൻ്റെ കിണർ, പിന്നെ ഞങ്ങളുടെ പിതാവായ ദാവീദിന് ലഭിച്ച അളവുകൾ, ഞങ്ങളുടെ പിതാവായ ശലോമോനാൽ പണിയപ്പെട്ടത് എന്നു വേണ്ട, അങ്ങനെ ഈ പിതാക്കന്മാരുടെ പേരിൽ മൊത്തത്തിൽ ആവേശം കൊള്ളുന്ന ആളുകളാണ് യഹൂദന്മാർ. പക്ഷേ ആ ആവേശങ്ങളെല്ലാം നിലനിൽക്കുന്നതല്ലെന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ പ്രഭാഷണങ്ങളിൽ നിന്ന്
അവരിൽ ചില മനുഷ്യരൊക്കെ മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ വിശുദ്ധ അപ്പോസ്തലന്മാർ ദേശം മുഴുവനും സഞ്ചരിച്ച് ഈ പിതാക്കന്മാരുടെ പേരിലും ഇങ്ങനത്തെ പാരമ്പര്യങ്ങളിലൊക്കെ പുകഴ്ന്നിട്ട് കാര്യമില്ല, രക്ഷ നിൻ്റെ സമീപത്തായിരിക്കുന്നു, രക്ഷയുടെ വചനം നിൻ്റെ ഹൃദയത്തോട് ചേർന്ന് വന്നിരിക്കുകയാണ്, അങ്ങനെ ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിശ്ചയമായും രക്ഷയുണ്ടെന്നൊക്കെയുള്ള അപ്പോസ്തലന്മാരുടെ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ട് ആ ആദിമകാലത്ത് അനേക യഹൂദന്മാർ, തുടക്കകാലത്ത് അങ്ങനെയാണല്ലോ, പത്രോസിൻ്റെ പൗലോസിൻ്റെ ഒക്കെ പ്രസംഗത്തിൽ തന്നെ യഹൂദന്മാർ ധാരാളം പേര് വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്. പിന്നീട് പൗലോസ് അവരുടെ ഇടയിൽ നിന്ന് ജാതികളുടെ ഇടയിലേക്ക് അധികമായി സഞ്ചരിച്ചു എന്നുള്ളതൊരു വാസ്തവമാണെങ്കിലും തുടക്ക സമയത്ത് ഈ സമൂഹത്തെ തന്നെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവരെ ആ യഥാർത്ഥ പരിജ്ഞാനത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ളത് അപ്പോസ്തലന്മാരുടെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ വിശേഷതയുള്ള മനുഷ്യർ തന്നെയാണ്. നിങ്ങളുടെ പാട്ടൊക്കെ എത്ര ഈണത്തിലാണ്. നിങ്ങളുടെ ആ കല്യാണത്തിൻ്റെ പാട്ട് നോക്കിയേ, ശവാടക്കിൻ്റെ പാട്ട് നോക്കിയേ, നിങ്ങളുടെ ആ മറ്റേ പാട്ടൊക്കെ നോക്കിയേ. ഇതൊക്കെയാണ് അപ്പോസ്തലന്മാർ പറയുന്നത്. അതൊക്കെ വളരെ മനോഹരം തന്നെയാണ്. പക്ഷെ നിങ്ങൾ പരിജ്ഞാനത്തിലല്ല ദൈവത്തെ അന്വേഷിക്കുന്നത്. വാഗ്ദത്തങ്ങളൊക്കെ നിങ്ങളുടെ മേലുണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾ പരിജ്ഞാനത്തിലല്ല ദൈവത്തെ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ദൈവിക പരിജ്ഞാനത്തിലേക്ക് വരണമെന്നൊക്കെയാണ് അപ്പോസ്തലൻ പറഞ്ഞു പിടിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ തലമുറയിലും അനേകർ ദൈവത്തെ വിളിക്കുന്നൊക്കെയുണ്ട്. ദൈവത്തെ വിളിക്കുന്നവർ ധാരാളമുണ്ട്. പക്ഷേ അത് അതിൻ്റെ വ്യവസ്ഥയിലോ അതിൻ്റെ റൂട്ടിലോ ഒന്നും അല്ല പലരും കൈകാര്യം ചെയ്യുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഏതോ കാലഘട്ടത്തിൽ ലഭിക്കപ്പെട്ട ബോധ്യങ്ങൾ എന്നുള്ള നിലയിലാണ് അവർ പറയുന്നത്. അത് ഇന്ന് നമുക്ക് നമ്മുടെ ഭാഷയിൽ അച്ചടിച്ച് കിട്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ വിവിധ ഭാഷകളിൽ നമുക്ക് ഇന്ന് കൈകാര്യം ചെയ്യാൻ കഴിയും. ഇതിൻ്റെ മൂലഗ്രന്ഥമായ ഗ്രീക്കിൽ, അതുപോലെ ഹീബ്രുവിൽ ഈ ഭാഷയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇന്ന് നമ്മുടെ എല്ലാ കൂട്ടങ്ങളുടെയും നടുവിലുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇന്ന് കാര്യങ്ങളെ വിലയിരുത്താൻ കഴിയുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സത്യാന്വേഷികൾ ദൈവവചനത്തിൻ്റെ സത്യങ്ങളിലേക്ക് എത്തപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞല്ലോ, ഈ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കുവാൻ വാക്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഡയറക്റ്റായിട്ട് നമുക്ക് വാക്യമില്ലെന്ന് പറയാൻ കഴിയും. കൊടുക്കരുതെന്ന് വാക്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും വാക്യമില്ലെന്ന് പറയാൻ കഴിയും. ഇന്നത്തെ നമ്മുടെ ഈ കൂടിവരവിൽ നമ്മൾ അവതരിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ പഠനങ്ങളാണ്. ആ കാര്യങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധ നമ്മൾ തിരിക്കുകയാണ്. 2 ആഴ്ച മുമ്പ് നമ്മൾ അതിനൊരു ചെറുതായിട്ടൊരു സൂചന വെച്ചു. അതിന് നമ്മൾ ആധാരമായി പറഞ്ഞു തുടങ്ങിയ വാക്യം എന്ന് പറയുന്നത് തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യത്തിൽ നിന്നാണ് പറഞ്ഞു തുടങ്ങിയത്. അവിടെ നമ്മൾ കണ്ടത് ഇങ്ങനെയാണ്: എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. പിതാവ് തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ തന്നിലേക്ക് ആകർഷിക്കുകയാണ്. ആ ആകർഷിക്കുന്ന വഴി എന്ന് പറയുന്നത് ക്രൂശ് മുഖാന്തരമാണ്. ക്രൂശിലേക്കാണ് ആകർഷിക്കുന്നത്. ക്രൂശിലേക്ക് നോക്കുമ്പോൾ പിതാവിൻ്റെ ഏകജാതനായ പുത്രനെ നമുക്കവിടെ കാണാൻ കഴിയും. അങ്ങനെ ആ വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മൾ അല്പം പറഞ്ഞു. അന്ന് തന്നെ നമ്മൾ അതിൻ്റെ ഒരു ആരംഭത്തിൽ പറഞ്ഞു, യോഹന്നാൻ 3-ഉം യോഹന്നാൻ 6-ഉം കീറാമുട്ടിയായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ എപ്പിസ്കോപ്പൽ സമൂഹത്തിലുള്ള സഹോദരങ്ങളുമായിട്ട് നമുക്ക് ഒരു മില്ലിമീറ്റർ പോലും യോജിക്കാൻ കഴിയാത്ത നിലയിൽ കാര്യങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കുകയാണ്. അതായത് അവർ ശാഠ്യം പിടിക്കുന്നതും അവർ മുറുകെ പിടിക്കുന്നതുമായ കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ പിടിച്ചോട്ടെ, നമ്മളത് അതിൻ്റെ പിടി അഴിക്കാനൊന്നും പോകുന്നില്ല. നമ്മുടെ ബോധ്യങ്ങളാണ് പറയുന്നത്. തിരുവെഴുത്തിനെ തുറന്നു വെച്ച് ആധികാരികതയോടെ അതിൻ്റെ നിലയിൽ അഭിഷേകത്തോടെയാണ് നമ്മൾ പറയുന്നത്. യോഹന്നാൻ 3-ൽ പറയുന്ന ആ വീണ്ടും ജനനം എന്ന് പറയുന്നത് വെള്ളത്താലും ആത്മാവിനാലുമാണ് എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനം പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് വചനമാകുന്ന വിത്ത് ഒരുവൻ്റെ ഉള്ളിൽ വരുമ്പോഴാണ്. ആ വചനമാകുന്ന വിത്ത് ഒരുവൻ്റെ ഉള്ളിൽ കൊണ്ടുവരുവാനാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടത്. ഇതാണ് നമ്മുടെ പോളിസി. അതുകൊണ്ട് നമ്മളെങ്ങും യോജിക്കാൻ പോകുന്നില്ല, എന്നാൽ തന്നെയും ബോധ്യങ്ങളെ പ്രസ്താവിക്കാമല്ലോ. നിങ്ങളുടേത് കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചിരിക്കുന്ന വിശ്വാസങ്ങളാണല്ലോ. അത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡോക്മകളാണ് കയ്യിലിരിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ, സൂക്ഷ്മമായി നോക്കുമ്പോൾ, ഇങ്ങനെ ഈ ഗൂഗിളിലൂടെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഏരിയൽ ഫോട്ടോഗ്രാഫ്സൊക്കെ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട്. മുല്ലപ്പെരിയാറിൻ്റെ ചെറിയൊരു ബെൻഡ് ഉണ്ടെന്നാണ് പറയുന്നത്. കാര്യമായിട്ടില്ല, ചെറിയൊരു ബെൻഡ്. അപ്പോൾ എറണാകുളം ജില്ലക്കാർ അങ്ങനെ ഭയം വേണ്ട, ജാഗ്രത മതി. എല്ലാ വീട്ടിലും ഓരോ വള്ളങ്ങളൊക്കെ മേടിച്ചോളാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. വള്ളം മേടിച്ച് വെച്ചാൽ മതി. അതുപോലെ ഇവിടെയും നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ ബെൻഡ് കാണുന്നുണ്ട്. ചെറിയ ബെൻഡ്, സ്ട്രെയിറ്റ് ഡോഗ്മയാണ് കയ്യിലുള്ളത് എന്ന് പറയുമ്പോൾ തന്നെയും നമ്മൾ നോക്കുമ്പോൾ അതിനകത്തൊക്കെ ബെൻഡുകളുണ്ട്. അത്
നിങ്ങൾക്ക് മാത്രം, നിങ്ങൾ നോക്കുമ്പോൾ മാത്രമാണോ ബെൻഡുള്ളൂ എന്ന് ചോദിച്ചാൽ അതെ, ഞങ്ങൾ നോക്കുമ്പോഴാണ് ബെൻഡുള്ളൂ. നിങ്ങൾ നോക്കുമ്പോൾ ബെൻഡ് കാണാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് ആ ബെൻഡ് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അസന്നിഗ്ധമായി പറയല്ലേ, വീണ്ടും ജനനം സുവിശേഷത്തിലൂടെ മാത്രമാണ്. സുവിശേഷം എന്ന ഒരേ ഒരു വാതിൽ, സുവിശേഷം എന്ന ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ പിതാവിങ്കിലേക്ക്. ഇതാണ് ഞങ്ങൾ ഇന്ന് പറഞ്ഞു വരാൻ പോകുന്ന കാര്യങ്ങൾ. ഇവിടെ ശിശുവിനൊന്നും ഒരു പ്രാധാന്യമില്ല, മുതിർന്നവർക്കും പ്രാധാന്യമില്ല. ഇവിടെ പാപിയായ മനുഷ്യന് പരിശുദ്ധനായ ദൈവത്തോട് എങ്ങനെ അടുക്കാം, ബന്ധപ്പെടാം, ബന്ധം പുനഃസ്ഥാപിക്കാം, തോട്ടത്തിൽ നിന്ന് പുറത്തായവൻ്റെ പിൻതലമുറ എങ്ങനെ പരിശുദ്ധനോട് അടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. തർക്കങ്ങൾക്കൊക്കെ തൽക്കാലം മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ച നമ്മൾ ഇനിയും ചോദ്യങ്ങളുണ്ടല്ലോ, ഇനിയും ചോദ്യങ്ങൾ കിടക്കുകയാണ്. ആ ചോദ്യങ്ങളുടെ മറുപടിയായിട്ട് അടുത്ത ആഴ്ച വരും. പക്ഷേ ഇന്ന് ഇതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. നമ്മൾ എങ്ങനെ ഈ പരിശുദ്ധനായ ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം എന്ന കാര്യത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നിശ്ചയമായും ചില ഉത്തരങ്ങളൊക്കെ എഴുന്ന് വരും. കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഈ എണ്ണയ്ക്കകത്തേക്ക് ഇച്ചിരി മാവിടുമ്പോൾ അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നെയ്യപ്പമായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന കണ്ടിട്ടുണ്ടോ? ഒരു ഇച്ചിരി അങ്ങ് ഇട്ടുള്ളൂ, അതിങ്ങനെ നെയ്യപ്പമായിട്ട് വരും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരുമിച്ച് കൂടി ധ്യാനിക്കുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അസന്നിഗ്ധമായി പറയാൻ കഴിയും, കുഞ്ഞുങ്ങളുടെ മേൽ അങ്ങനെ വെള്ളം തളിക്കരുത്, ന്യായവിധിക്ക് കാരണമാകും, അത് ബൈബിൾ അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ചിലപ്പോൾ എത്തിച്ചേരും. അത് എൻ്റെ കുറ്റമല്ല, അതിൻ്റെ പഠനത്തിൻ്റെ ആഴങ്ങളിലേക്ക് വരണം. ഡയറക്റ്റായിട്ട് വാക്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പല കാര്യത്തിനും വാക്യമില്ല. ബീഡി വലിക്കാൻ വാക്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നെ, ഇതിനകത്ത് എങ്ങനെ തപ്പി നോക്കിയാലും ബീഡി ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. പള്ളിയിലച്ചന്മാരും പാസ്റ്റർമാരൊക്കെ ബീഡി എടുക്കാറുണ്ട്, പിന്നെ ഡീഡിയും ബീഡിയൊക്കെ. അതല്ലാതെ ബീഡി വലിക്കാൻ വാക്യമുണ്ടോ, മുറുക്കാൻ വാക്യമുണ്ടോ, ബാലെ കാണാൻ പറ്റുമോ, സിനിമ കാണാൻ പറ്റുമോ, അമ്പലത്തിൽ പോകാമോ, പള്ളിയിൽ പോകാമോ, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വിഷമിച്ചു പോവുള്ളൂ. വേദപുസ്തകം അതിൻ്റെ നിലയിൽ വെളിപ്പാടിലൂടെ നാം കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. വെളിപ്പാടിലൂടെ, അതായത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ച് ഫിലിപ്പിൻ്റെ കൈസരയിൽ നിൽക്കുമ്പോൾ ചോദിച്ചല്ലോ, നാട്ടുകാരൊക്കെ എന്നെക്കുറിച്ച് എന്നതാ പറയുന്നതെന്ന്. നിശ്ചയമായും കൃത്യമായും പത്രോസ് പറഞ്ഞു, നീ വന്ദിനായവൻ്റെ പുത്രൻ തന്നെയാണ്. പല ആളുകൾക്കും അത് പറയാൻ കഴിയുന്നില്ല. അവർ നോക്കുമ്പോൾ, അവരുടെ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ബൈനോക്കുലറിലൂടെ നോക്കുമ്പോൾ യെസ്, യോഹന്നാൻ്റെ ഒരു അവതാരമാണെന്നാണ് തോന്നുന്നത്. വേറെ ചിലർ പറയാണ്, ഇടയ്ക്ക് കരയുന്നൊക്കെ ഉണ്ടല്ലോ, എന്നാൽ ഇരമ്യാവായിക്കോട്ടെ. വേറെ ചിലർ യോനയാണോ, അങ്ങനെ പലരും പലതരത്തിലാണ് പറയുന്നത്. പക്ഷെ പത്രോസ് പറയുമ്പോൾ കൃത്യമായി കാര്യം പറഞ്ഞു. അതിന് കർത്താവ് മറുപടിയും കൊടുത്തു. ഇത് ജഡരക്തങ്ങളൊന്നും അല്ല, അതായത് നമ്മൾ ഈ ഊറ്റം കൊള്ളുന്ന പിതാക്കന്മാരോ അപ്പോസ്തലിക പിതാക്കന്മാരോ സഭാപിതാക്കന്മാരൊന്നും പഠിപ്പിച്ചതല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവ് നിനക്ക് തന്ന വെളിപ്പാടാണെന്ന്. ഇന്നും ആ വെളിപ്പാടിലേക്ക് വരണം. പിതാവ് തൻ്റെ പുത്രനെക്കുറിച്ചുള്ള വെളിപ്പാടൊരു പാപിക്ക് കൊടുക്കുകയാണ്. അതിൽ പ്രവർത്തിക്കുന്നതും പരിവർത്തിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ കണ്ടെത്തലുകൾ കേട്ടോ, നിസാരങ്ങളല്ല, തള്ളിക്കളയരുത്. ഇതൊക്കെ ഗൗരവമായ കാര്യങ്ങളാണ്. അങ്ങനെ ആ പാപിക്ക് പാപബോധം വരുന്നു. അവന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരികയല്ലേ. വെളിപ്പാടുകൾ അവിടെ ചലിക്കുകയാണ്. അവൻ്റെ കൺമുമ്പിൽ രക്ഷകൻ വെളിപ്പെടുകയാണ്. ആ വെളിപ്പാടിൽ അവൻ അത്ഭുത പരതന്ത്രനായിട്ട് നിൽക്കുകയാണ്. ആ ഗുഡ് ന്യൂസ് അവൻ്റെ കാതുകളിൽ മുഴങ്ങുകയാണ്. ശിക്ഷാവിധിക്ക് യോഗ്യനായ തൻ്റെ ജീവിതത്തിൽ മറ്റൊരുവൻ തനിക്ക് വേണ്ടി ആ ശിക്ഷ ഏറ്റെടുത്തു തന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു എന്നുള്ളത് വിശ്വാസം മൂലം പ്രാപിക്കാമെന്നുള്ള ഗുഡ് ന്യൂസ്, സദ്വർത്തമാനം അഥവാ സുവിശേഷം അവൻ്റെ കാതുകളിൽ മുഴങ്ങുകയല്ലേ. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ, അങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഗൗരവമായി പറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഒന്ന് ഊന്നിയേക്കാം. വീണ്ടും ജനനത്തിൽ ഞങ്ങൾ അന്നും ഇന്നും എന്നും, അതായത് കാഹളം ധ്വനിക്കുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പരിശുദ്ധാത്മാവിലാ വീണ്ടും ജനനം എന്ന് ഞാൻ പറഞ്ഞല്ലോ. പരിശുദ്ധാത്മാവ് വചനമാകുന്ന വിത്തൊരുവൻ്റെ ഉള്ളിൽ കൊണ്ടുവരികയാണ്. അതിന് ഉപോത്ബലകമായി നമുക്കൊരു വാക്യം വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം മുന്നമേ വായിച്ചിട്ടുള്ളതാണ്. അതൊന്ന് ഓടിച്ചു പറഞ്ഞ് അങ്ങ് മുന്നോട്ട് പോവുകയാണ് നമ്മൾ. നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്ന സത്യത്തിൻ്റെ വചനത്താലാണ്. ഞങ്ങൾ ഈ വക വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തെളിയിക്കാൻ പാകത്തിന് പഴയ നിയമ ഭാഗങ്ങളെയൊക്കെ കൂട്ടുപിടിക്കും. ഓരോരോ കാര്യങ്ങൾ തെളിയിക്കണമല്ലോ, തെളിയിക്കാൻ വേണ്ടി കൂട്ടുപിടിക്കും പഴയ നിയമ ഭാഗങ്ങളെ. വിശേഷിച്ച് യാക്കോബായ ഓർത്തഡോക്സ് കാത്തലിക് സഹോദരങ്ങൾ കേൾവിക്കാരായിട്ട് ഞങ്ങളുടെ മുൻപാകെ ഉണ്ടെങ്കിൽ നിശ്ചയമായും പഴയ നിയമത്തിലേക്ക് പോകും. കാരണം
അവർ ഊന്നൽ കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പൗരോഹിത്യത്തിനും ബലിക്കും അഥവാ കുർബാന എന്ന് പറഞ്ഞാൽ യാഗം, അതിനൊക്കെ ഊന്നൽ കൊടുക്കുന്ന പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ പഴയ നിയമത്തിലെ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മുൻനിർത്തിക്കൊണ്ട് അതിൻ്റെ ആധികാരികത പറയാനായിട്ട് ശ്രമിക്കും. എന്തുകൊണ്ട് നിങ്ങൾ കറുത്ത കുപ്പായം ഇടുന്നു, അതിന് മുകളിൽ കറുത്ത തൊപ്പി വെച്ചിരിക്കുന്നു? ഇതൊക്കെ മത്തായിയുടെ സുവിശേഷം വായിച്ചാൽ മനസ്സിലാവുമോ? ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിലേക്ക് പോകണം. നമ്മുടെ ബഹുമാനരായ അച്ഛന്മാർ പലരും, നമ്മുടെ അച്ഛൻ കഴിഞ്ഞ ദിവസം തന്നെ കമൻസിൽ എഴുതിയല്ലോ, എന്തൊക്കെയോ വന്ന് പ്രസംഗിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു, കുറേ വാക്യങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നു എന്നൊക്കെയാണെന്ന് പറഞ്ഞത്. പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയോ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി പരസ്പര ബന്ധമില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ. കാരണം യോഹന്നാൻ 6:44 വായിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോയപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്. ആ കാര്യങ്ങളെ ഒന്ന് സ്ഥാപിക്കാൻ പാകത്തിന് വാതിൽ യേശുക്രിസ്തുവാണ്, വാതിൽ യേശുവാണ് വഴി എന്നൊക്കെ തിരിച്ചറിയണം. വീണ്ടെടുപ്പിൻ്റെ മഹാത്മ്യം പറയണമെങ്കിൽ ക്രൂശിലേക്ക് വരണം. ക്രൂശ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിഴലായി നിൽക്കുന്നത് സമാഗമന കൂടാരത്തിലെയും യെരൂശലേം ദേവാലയത്തിലെയും ബലിപീഠമാണ്, താമ്രയാഗപീഠമാണ്. അപ്പോൾ ഇങ്ങനെ കയറി ഇറങ്ങിയും പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്കും പുതിയ നിയമത്തിൽ നിന്ന് പഴയ നിയമത്തിലേക്കും ഒക്കെ ഇങ്ങനെ നിഴലും പൊരുളും ഒക്കെ അടുപ്പിച്ച് ചേർത്ത് വെച്ചാണ് നമ്മൾ അങ്ങ് പറഞ്ഞു പോയത്. ആ കാരണത്താലൊക്കെയാണ് അന്ന് അങ്ങനെ പറയാനിടയായതെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം അന്നേ എനിക്ക് കത്തി. ഞാൻ പിന്നെ അതിന് പ്രത്യേകിച്ച് കമൻസ് ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനു പറയുന്നു എന്നാണ് ചോദിച്ചത്. അതും കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ നമ്മുടെ അകപ്പറമ്പ് കോറപ്പിസ്കോപ്പായും കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയുമായിരുന്നു, ഈ പാസ്റ്റർ എന്തൊക്കെയോ ഇരുന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് മൂന്നാമത്തതിന് ചാടിക്കേറി സമാഗമന കൂടാരം എന്നൊക്കെ പറഞ്ഞു കളയുമെന്ന്. എനിക്കും അതൊക്കെ കാര്യമായിട്ട് അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പ്രസംഗമൊന്നും ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളിൽ ചിലർ എനിക്ക് തന്ന ഫീഡ്ബാക്കിൽ നിന്നാണ് ഞാനീ പറയുന്നത്. അതിനകത്ത് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ കുറ്റവാളികൾ നിങ്ങളായിരിക്കും. എനിവേ, നിങ്ങൾ പറഞ്ഞ ആ വാക്കുകളെ ഞാൻ അക്ഷരം പ്രതി ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചത്. അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് മൂന്നിന് സമാഗമന കൂടാരം എന്നൊക്കെ പറഞ്ഞു വന്ന് കളയുന്നു. അത് ഞങ്ങളുടെ ഇടയിലുള്ള പെന്തിക്കോസുകാരും ഇടയ്ക്ക് അങ്ങനെ പറയാറുണ്ട്. അച്ഛൻ മാത്രമല്ല, ഇപ്പം ഇച്ചിരി കുറവാണ് പറച്ചിൽ, എന്നാൽ നേരത്തെയൊക്കെ അങ്ങനെ പറയുമായിരുന്നു. ഞങ്ങൾ 84 സങ്കീർത്തനം വായിച്ചു അച്ചോ. ഇന്നൊന്നും അല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ 84 സങ്കീർത്തനം വായിച്ചപ്പോൾ അങ്ങനെ ഒരു അത്ഭുതത്തിൻ്റെ ലോകത്തിലേക്ക് എത്തി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിൻ്റെ തിരുനിവാസം എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുകയാണ്. ഒരൊറ്റ ലൈനേ ഉള്ളൂ, ഒറ്റ ലൈൻ. ആ ഒറ്റ ലൈൻ വായിച്ചപ്പോൾ അകത്തുണ്ടായ ഒരു സ്പാർക്ക് എന്ന് പറയും, ഒരു സ്പാർക്ക്. അത് ഞങ്ങളുടെ ഇടയിലുള്ള ചില ഭാഷകളൊക്കെയാണ്. വചനം പ്രകാശിക്കുക എന്നൊക്കെ പറയും. നിങ്ങളങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ പഴയ നിയമ ഭാഗം, ഈ സങ്കീർത്തന ഭാഗം കോരഹപുത്രന്മാരാണ് പറയുന്നത്. അവിടെയൊക്കെ ഒത്തിരി വിശേഷതകളുണ്ട്. കോരഹപുത്രന്മാർ അങ്ങനെ പറയുകയാണ്, ഈ കൂടാരം എത്ര മനോഹരമെന്ന്. കോരഹപുത്രന്മാരാരാന്ന് നമുക്കറിയാമല്ലോ. ചരിത്രം പഠിച്ചു വരുമ്പോൾ പഴയ നിയമത്തിലേക്ക് ഇറങ്ങാതെ തരമില്ല. ഈ സമാഗമന കൂടാരത്തിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ വരാതെ കോരഹിനെക്കുറിച്ചും കോരഹിൻ്റെ മക്കളെക്കുറിച്ചും ഒക്കെ എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ പറയാൻ ശേഷിയുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ കണ്ടായിരുന്നെങ്കിൽ ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കാമായിരുന്നു. അപ്പോൾ അതിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ലേവ്യ പുസ്തകത്തിലും സംഖ്യാ പുസ്തകത്തിലൊക്കെ നമ്മൾ എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയാണ്, യാക്കോബിൻ്റെ 12 മക്കളിൽ ഒരുവനാണ് ലേവി. ലേവിക്ക് 3 മക്കൾ. മൂത്തവൻ്റെ പേര് ഗർഷോം, രണ്ടാമത്തവൻ്റെ പേര് കെഹാത്ത്, മൂന്നാമത്തവൻ്റെ പേര് മെരാരി. അങ്ങനെ 3 മക്കളാണ്. 3 മക്കളിൽ രണ്ടാമനായ കെഹാത്ത്. ആ കെഹാത്തിന് 4 മക്കൾ. മൂത്തവൻ്റെ പേര് അമ്രാം, അത് കഴിഞ്ഞ് ഇസഹാർ, ഹെബ്രോൻ, ഉസിയേൽ, ഇങ്ങനെ 4 മക്കളുണ്ട്. അതിൽ രണ്ടാമനായ ഇസഹാറിൻ്റെ മൂത്ത മകനാണ് കോര അഥവാ കോരഹ്. അതേസമയം അമ്രാമിൻ്റെ 3 മക്കളിൽ ഏറ്റവും മൂത്തയാളുടെ പേരാണ് മിരിയാമിന് താഴെ അഹറോന് താഴെ മോശ. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സമാഗമന കൂടാരം അഥവാ തിരുനിവാസം, അത്യുന്നതൻ്റെ നിവാസം സംബന്ധിച്ച് അതിനകത്ത വേലകളും കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ അമ്രാമിൻ്റെ കുടുംബത്തോടാണ്. അഥവാ അമ്രാമിൻ്റെ കുടുംബം എന്ന് വെച്ചാൽ തൻ്റെ മകനായ അഹറോനും. മോശയ്ക്ക് അവിടെ സ്പെഷ്യൽ പെർമിറ്റുണ്ട്. അത് നമ്മൾ സാധാരണ പെർമിറ്റല്ല, അതൊരു വിശേഷപ്പെട്ട പെർമിറ്റാണ്. മോശയ്ക്ക് എവിടെയും കയറി ഇറങ്ങാമല്ലോ. അതല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അഹറോനും അവൻ്റെ പുത്രന്മാർക്കുമാണ് തലമുറയായിട്ടുള്ള ആ പൗരോഹിത്യത്തിൻ്റെ പാരമ്പര്യം പിന്തുടരുവാനായിട്ട് കഴിയുന്നത്. അവിടെ ഒരു കുടുംബത്തിനാണ് പൗരോഹിത്യം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണത് മുൻപോട്ട് പോകുന്നത്. ആ സമയത്ത് ഈ രണ്ടാമനായ ഇസഹാറിൻ്റെ മകൻ കോര പറയാണ്,
ഇവർ മാത്രം ഇങ്ങനെ ഇട്ട് വീശിയാൽ മതിയോ, ഞങ്ങളും കുറച്ച് വീശട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബലപ്രയോഗത്തിലേക്ക് അവരെത്തുകയാണ്. അത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ഇഷ്ടമായില്ല, അനിഷ്ടമായി. അതുകൊണ്ടൊരു ന്യായവിധിയാണ് അവിടെ സംഭവിച്ചത്. പുള്ളിക്ക് പ്രൊമോഷൻ കൊടുത്തു. നേരെ ഒരു ശവാടക്ക് പോലും കൊടുക്കാൻ പറ്റിയില്ല. കാതലിക്ക വാവിയോ പാത്രിയർക്കീസിനെയോ പോപ്പിനെയോ ഒന്നും വിളിക്കാൻ പറ്റിയില്ല. ഡയറക്റ്റ് പ്രൊമോഷൻ. പുള്ളിക്ക് ഡയറക്റ്റ് പ്രൊമോഷൻ. നേരെ ഭൂമി വാവിളർന്ന്. വിശേഷപ്പെട്ടൊരു കാര്യമാണ്, ചരിത്രത്തിൽ പറയാൻ പറ്റും. മറ്റെല്ലാവരെയും കൊണ്ടുപോയി ഇങ്ങനെ കുഴിച്ച് അവിടെ കൊണ്ടുപോയി പെട്ടിയൊക്കെ ഇറക്കി വെക്കണം. ഇതങ്ങനെയല്ല, ഇത് സ്വർഗം നേരിട്ട് കുഴിക്കുകയായിരുന്നു. മറ്റേ ഈ അവിടെ ചവക്കോട്ടയിലെ ആളുകളുണ്ടല്ലോ, അവർക്ക് 10,000-2,000 കൊടുക്കുകയും ചെയ്യണം. ഇത് കഴിയുമ്പോൾ ഇത് 10 പൈസ പോലും കൊടുക്കേണ്ടി വന്നില്ല. നേരെ ഭൂമി വാവിളർന്നവരെ കീഴെ പാതാളത്തിലേക്ക് കൊണ്ടുപോയി. പ്രൊമോഷൻ. അങ്ങനത്തെ ഒരു ചരിത്രമുണ്ട്. അപ്പം അവർക്ക് കടന്നു വരാൻ കഴിയില്ല സഹോദരങ്ങളെ, അവർക്കൊന്നും കടന്നു വരാൻ കഴിയില്ല. ഈ ഒരു കുടുംബത്തിന്, അഹ്റോന്റെ കുടുംബത്തിന് മാത്രമേ യാഗപീഠത്തോട് അടുത്ത് നിന്ന് ശുശ്രൂഷിക്കാൻ കഴിയൂ. അതിനകത്തേക്ക് പ്രവേശനം അവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കോരഹ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയത് ചരിത്രത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണ് കോരഹിൻ്റെ മകൻ പറയുന്നത്, ഞങ്ങളിതിൻ്റെ പ്രാകാരങ്ങളിലെങ്ങ് നിന്ന് കൊള്ളാമെന്നൊക്കെ ഈ 84 സങ്കീർത്തനത്തിൽ പറയുന്നത്. അപ്പൻ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചു, പക്ഷെ മകൻ പറയാണ്, ഞാൻ അതിക്രമിച്ച് കയറാനുമില്ല, ഒന്നുമില്ല, എനിക്ക് ലഭിക്കപ്പെട്ട ഈ സ്പേസിൽ ഞാൻ തൃപ്തനാണ്, സ്തോത്രം, ഹല്ലേലൂയ എന്നാണ് കോരഹപുത്രന്മാർ പറയുന്നത്. അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ വാഴ്ത്തി പാടുകയാണ് അവർ ഗായക സംഘവുമായി ബന്ധപ്പെട്ട അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ അവരുണ്ടല്ലോ. അവർ ലേവ്യരുടെ പ്രാകാരത്തിൽ നിന്നുകൊണ്ടാണ് ഗീതങ്ങളൊക്കെ ആലപിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അഹ്റോന്റെ പുത്രന്മാർക്ക് മാത്രമേ അവിടെ വരാൻ കഴിയൂ, അല്ലാത്ത ആർക്കും അതിനകത്തേക്ക് വരാൻ കഴിയില്ല. ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പഴയ നിയമത്തിൽ പോകണം. 1 പറഞ്ഞ് 2 പറഞ്ഞ് 3 അങ്ങോട്ട് പോകുന്നല്ല, 1 പറഞ്ഞ് 2 തന്നെ അങ്ങ് പോകും. അതായത് വലിയ താമസമില്ലാതെ നമ്മൾ പഴയ നിയമത്തിലേക്ക് കടക്കും. അങ്ങനെ പഴയ നിയമത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ വിശദീകരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. അപ്പോൾ കോരഹപുത്രന്മാർ പറയുകയാണ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ തിരുനിവാസം എത്ര മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം കോരഹപുത്രന്മാർക്ക് ഈ കൂടാരത്തിനകത്ത് കടക്കാൻ കഴിയില്ല. കോരഹപുത്രന്മാർ ഈ കൂടാരത്തിന് വെളിയിലാണ് നിൽക്കുന്നത്. വെളിയിൽ നിന്ന് ഈ കൂടാരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു ഭംഗിയില്ല, രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക ഒന്നുമില്ല. ഈ സമാഗമന കൂടാരം എന്ന് പറയുന്ന തിരുനിവാസത്തിലേക്ക് വെളിയിൽ നിന്നുകൊണ്ടൊരു വ്യക്തി നോക്കിക്കഴിഞ്ഞാൽ ദീർഘചതുരാകൃതിയിലുള്ളൊരു ബോക്സ് പോലെ കാണുന്ന ഒരു സംഭവമാണ്. അതിന് ഏറ്റവും പുറത്ത് കിടക്കുന്ന മൂടുശീല എന്ന് പറയുന്നത് ബാഡ്ജേഴ്സ് സ്കിൻ അഥവാ തകശുതോലാണ്. അതൊന്നും ഒരു ഭംഗിയുള്ളതല്ല, യാതൊരു ഭംഗിയും ഇല്ല. അതുകൊണ്ടാണ് യെശയ്യാവ് 53 എഴുതി വെച്ചിരിക്കുന്നത്, അവനെ കണ്ടാൽ രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ഇനി നിങ്ങളാരും നാളെ കമൻറ്റുമായിട്ട് വരരുത്, പരസ്പര വിരുദ്ധമാണല്ലോ എന്നൊക്കെ. അതങ്ങനെ തോന്നിയിട്ട് കാര്യമില്ല. ഇത് പരസ്പര പൂരകങ്ങളാണ്. അതാണ് വെളിപ്പാട് പ്രാപിക്കണമെന്ന് പറയുന്നത്. സമാഗമന കൂടാരം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ നിഴലായി നിൽക്കുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ സൂക്ഷ്മ നിഴലാണ് സമാഗമന കൂടാരം. അതിൻ്റെ പൊരുളാണ് ഉയരത്തിലെ സാക്ഷി കൂടാരം. അതുപോലെ സമാഗമന കൂടാരത്തിൻ്റെ അസലെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ പൊരുളാണ് യേശുക്രിസ്തു, അതുപോലെ തന്നെ സഭയും. 2 വിഷയം ചേർത്ത് വെച്ച് പഠിപ്പിക്കും. ഇത് 2 ചേർത്ത് വെച്ച് പഠിപ്പിക്കും. ദൈവരാജ്യം എന്ന വിഷയം, ദൈവസഭ എന്ന വിഷയമൊക്കെ ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചു കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഞാനൊരു വലിയ കാര്യമാണ് പറയുന്നത്, ഈ പെന്തക്കോസ്ത് ലോകത്തുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, എങ്കിലും നിങ്ങൾ പൊറുക്കണം, ക്ഷമിക്കണം. ഞാൻ എൻ്റെ വാത്സല്യ സഹോദരങ്ങളായ സിറിയൻ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സിറിയൻ എന്ന് വെച്ചാൽ അവിടുത്തെ സിറിയല്ല, നമ്മുടെ നാട്ടിലുള്ള സിറിയൻ സഹോദരങ്ങൾക്ക്, അത് പുത്തൻ കൂറ്റുകാർക്കും പഴയ കൂറ്റുകാർക്കും 2 കൂട്ടർക്കും വേണ്ടി പറയുകയാണ്. അതായത് ഈ കോരഹപുത്രൻ പറയുന്ന കാര്യമുണ്ടല്ലോ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ നിൻ്റെ കൂടാരം എത്ര, നിവാസം എത്ര മനോഹരം എന്നുള്ളത്. പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ കഴിയില്ലെന്നേ. എങ്ങനെ പറയാൻ കഴിയുന്നത്? അതിന് യാതൊരു ഭംഗിയില്ല, യാതൊരു രൂപഗുണമില്ല, കോമളത്വം ഇല്ലെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അത് വെളിപ്പാടിലാണ് പറഞ്ഞത്. കോരഹപുത്രന്മാർ അല്പമായ വെളിപ്പാടിൽ പറഞ്ഞ കാര്യമാണത്. ഈ കൂടാരത്തിൻ്റെ അകത്തേക്ക് വരണം, അതിൻ്റെ ഹോളി പ്ലേസിലേക്ക് വരണം. അവിടെ നിന്നുകൊണ്ട് ഒരു പുരോഹിതൻ ഉയരത്തിലേക്ക് നോക്കുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും അകത്തുള്ള മൂടുശീല, 4 കളറിലുള്ള നൂലുകളാൽ തുന്നിയെടുത്ത തുണി കൊണ്ടുള്ള ഏറ്റവും അകത്തുള്ള മൂടുശീല, അതിൽ കെരൂബുകളെ ആലേഖനം ചെയ്തിരിക്കുകയാണ്, അഥവാ എംബ്രോയിഡറി ചെയ്തിരിക്കുകയാണ്. അവിടെ അതിൻ്റെ ചുറ്റും നിൽക്കുന്ന 48 പലക, അതിൽ പൊന്നു പൊതിഞ്ഞിരിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന വിളക്ക്, ഇതൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നത് ഞങ്ങൾ പഠിപ്പിക്കുന്നത് തമ്മിൽ രാത്രിയും പകലും തമ്മിലുള്ള അന്തരമായിരിക്കും. സത്യാന്വേഷികൾ കേൾക്കുക, സത്യത്തിൻ്റെ പാതയിലേക്ക് വരിക. ആ വിളക്കിൻ്റെ പ്രകാശം ഈ പലകമേൽ പൊതിഞ്ഞിരിക്കുന്നത് എന്താ? തനി തങ്കമാണ്. അതിലേക്ക് ആ വിളക്കിൻ്റെ പ്രകാശം തട്ടുമ്പോൾ ആ പ്രകാശത്തിൻ്റെ വികീരണത്താൽ ഏറ്റവും അകത്തുള്ള മൂടുശീല അത് ഏറ്റവും മനോഹരമായ പ്രഭ ജ്വലിപ്പിക്കും. അപ്പോൾ ആ മൂടുശീലയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കെരൂബുകളെ കണ്ടാൽ അപ്പോൾ എന്തോർത്തോളണം?
കെരൂബുകൾ ദൈവ സാന്നിധ്യത്തെയാണ് വിളിച്ചു പറയുന്നത്. കെരൂബുകൾ ദൈവത്തിൻ്റെ വാഹനമാണ്, കെരൂബുകൾ ദൈവത്തിൻ്റെ സിംഹാസനമാണ്. അതുപോലെ പലതും 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 പറഞ്ഞു വരാനുണ്ട്. കെരൂബുകളെ കാണുമ്പോൾ അതാണ് ഉയരത്തിലേക്ക് നോക്കാൻ പറയുന്നത്. കൊലേസ് ലേഖനം പറയുന്നത് ഭൂമിയിലുള്ളത് അന്വേഷിക്കരുത്, ഉയരത്തിലുള്ളത് മാത്രം അന്വേഷിക്കുക. ഇസ്രായേൽ തങ്ങളുടെ സഞ്ചാരത്തിൽ മരുഭൂമിയിലൂടെയാണല്ലോ പോകുന്നത്. അങ്ങനെ മരുഭൂമിയിലാണ് പാളയമടിക്കുന്നത്, കൂടാരം മരുഭൂമിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ പുരോഹിതൻ ദിവസേനയുള്ള ധൂപാർപ്പണത്തിന് അഥവാ പരിമള ധൂപാർപ്പണത്തിന് ഈ കൂടാരത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ താഴെ മണൽ തന്നെയാണ്. ഉയരത്തിലേക്ക് നോക്കുമ്പോഴാണ് ഈ മഹത്വം ദർശിക്കുന്നത്. സർവശക്തൻ്റെ മഹത്വം ദർശിക്കുകയാണ്. ഉയരത്തിലേക്ക് നോക്കണം, നിങ്ങളുടെ കണ്ണുകൾ അങ്ങോട്ട് ഉയർത്തണം, ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തണം. ഒരു പുരോഹിതൻ താഴേക്കല്ല നോക്കേണ്ടത്, പഴയ നിയമത്തിൻ്റെ ഭാഷയിലാണ് പറയുന്നത്. അതുപോലെ പുതിയ നിയമത്തിൻ്റെ പുരോഹിതന്മാരായ നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അഭിഷേകത്തിൽ കൃപയിൽ ദൈവകൃപയിൽ നിൽക്കുന്ന ഓരോ വിശുദ്ധന്മാരും ആൺപെൺ വ്യത്യാസമന്യേ നാം എല്ലാം പുരോഹിതന്മാരാണ്. പുതിയ നിയമസഭയിൽ സ്പെഷ്യലൈസ്ഡ് പുരോഹിതന്മാരില്ല, നാം എല്ലാം പുരോഹിതന്മാരാണ്. ഒന്നുകൂടെ കടത്തി പറയാം, പുതിയ നിയമസഭയിലെ ഒരേ ഒരു മഹാപുരോഹിതൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായാണ്. ആ മഹാപുരോഹിതനെ ശ്രദ്ധിച്ചു നോക്കുവാനാണ് എബ്രായ ലേഖനത്തിൽ പൗലോസ് ലീഗ എഴുതി വെച്ചിരിക്കുന്നത്. നാം ശ്രദ്ധിച്ചു നോക്കണം ആ ശ്രേഷ്ഠ മഹാപുരോഹിതനെ. ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ്റെ മക്കളാണ് നാം ഓരോരുത്തരും. അഹ്റോനും അവൻ്റെ പുത്രന്മാരും എന്ന് നമ്മൾ വായിക്കുന്നില്ലേ? അഹ്റോൻ അതിപരിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷിക്കുമ്പോൾ തൻ്റെ പുത്രന്മാർ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷിക്കുന്നു. അതുപോലെ യേശുക്രിസ്തു ഇന്ന് പിതാവിൻ്റെ വലഭാഗത്തിരുന്നു കൊണ്ട് തൻ്റെ ജനത്തിനു വേണ്ടി അവിടെ മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ അവൻ്റെ പുത്രന്മാരായ നാം അവൻ്റെ പാദപീഠത്തെങ്കിൽ ഈ ഭൂമിയിൽ ശുശ്രൂഷിക്കുകയാണ്. വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് നാം ഇന്ന് ഇവിടെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കുക, രണ്ടും തമ്മിലുള്ള അന്തരവും സാമ്യവും. അവിടെ അതിപരിശുദ്ധ സ്ഥലത്ത് അഹ്റോൻ നിൽക്കുമ്പോൾ അവൻ്റെ പുത്രന്മാർ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നു. ഇന്ന് യേശുക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ നാം അവൻ്റെ പാദപീഠത്തിങ്കിൽ നിന്ന് ശുശ്രൂഷിക്കുന്നു. ആൺ പെൺ വ്യത്യാസമന്യേ. അന്ന് മഹാപുരോഹിതൻ മാത്രം കൃപാസനത്തെങ്കിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ ഇന്ന് വേർപാടിൻ്റെ നടിച്ചുമരുകളെല്ലാം ഇടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ആൺ പെൺ വ്യത്യാസമന്യേ കൃപ പ്രാപിച്ചവർക്കെല്ലാം കൃപാസനത്തെങ്കിലേക്ക് അടുത്തു വരുവാൻ കഴിയും. തത്സമയ സഹായത്തിനും കരുണയ്ക്കും ഒക്കെ ആയിട്ട് നമുക്ക് കൃപാസനത്തെങ്കിലേക്ക് ഇന്ന് അടുത്തിയല്ല. വേറെ മീഡിയേറ്ററുടെ ആവശ്യമൊന്നുമില്ല, മധ്യസ്ഥന്മാരുടെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ അടുത്ത് ചെന്ന് നമുക്ക് ആബാ പിതാവേ എന്ന് വിളിക്കാം. അല്ല, ഞങ്ങൾ മറ്റേ ഇങ്ങനെയൊക്കെ അങ്ങനെ നിങ്ങൾ ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ച് സ്ട്രെയിറ്റ് പാത്ത് ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. ഞങ്ങളിനി വളഞ്ഞ വഴിയിലേക്ക് ഇങ്ങനെ പിടിക്കേണ്ടതിന് വരെ ഇങ്ങനെ ഇട്ട് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ കറക്കി പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ കൃപാസനത്തെങ്കിലേക്ക് അടുത്തു വന്ന് സഹോദരങ്ങളെ, ഇതൊരു കേട്ടുകേഴ്വിയാണെങ്കിൽ പറയുന്നതിൽ ന്യായമുണ്ടോ, അത് ശരിയാണോ എന്നൊക്കെ വേണേൽ ചോദിക്കാം. ഇന്ന് കൃപാസനത്തെങ്കിൽ അടുത്ത് എന്ന് തത്സമയ സഹായവും കരുണയൊക്കെ പ്രാപിക്കുന്ന മനുഷ്യരായി പ്രസംഗിക്കുന്നതും പറയുന്നതും കേട്ടിരിക്കുന്നതും ഊഹാഭോഗം അല്ലല്ലോ ഈ പറയുന്നത്. ഊഹാഭോഗമാണോ? ക്രിസ്ത്യാനിറ്റിയുടെ മഹത്വം എന്താ? മറ്റിതര സമൂഹങ്ങളിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തില്ലേ? അവിടെയൊക്കെ സങ്കല്പങ്ങളും ഊഹങ്ങളും ഊഹാഭോഗങ്ങളും ഒക്കെയാണ് പറയുന്നത്. വേറെ ചില കൂട്ടങ്ങളിലൊക്കെ അവരും പറഞ്ഞു വരുമ്പോൾ അന്ന് അങ്ങനെ ഒരു അപ്പച്ചൻ പറഞ്ഞിരുന്നു, ഇന്ന് ഇങ്ങനെ ഒരു അപ്പച്ചൻ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അതേസമയം നമുക്ക് പറയാനുള്ളത് എന്താ? നാം അനുഭവിക്കുകയാണ്. കൃപ നമ്മൾ അനുഭവിക്കുകയാണ്. അതുപോലെ തന്നെ ആ തേജോമയനായ ദൈവത്തിൻ്റെ സാന്നിധ്യം, ആത്മാവാം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ആത്മാവിൽ നാം അനുഭവിക്കുകയാണ്. ആത്മാവിൽ അനുഭവിക്കുകയാണ്. മാൻ നീർ തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിച്ചിരുന്നൊരു കാലമുണ്ട്. നമ്മളും അങ്ങനെ കാംക്ഷിച്ച മനുഷ്യരാണ്. എന്നാൽ ആ കാംക്ഷയ്ക്കൊടുവിൽ നമുക്ക് ആ നീർത്തോടുകളിൽ നിന്ന് കുടിക്കുവാൻ, പാനം ചെയ്യുവാനൊക്കെ സാധിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് നാം ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. ഇന്ന് നാം ദൈവശബ്ദം കേൾക്കുന്നു. ആ കൃപാസനത്തിൻ്റെ അനുഭവം, കൃപാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവശബ്ദം നാം ഇന്ന് കേൾക്കുന്ന നിലയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്, അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഭാഗ്യാവസ്ഥകളാണ് സഹോദരങ്ങളെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ ഈ ഭാഗ്യാവസ്ഥകൾ, ഭാഗ്യവർണ്ണനകളൊക്കെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ പ്രത്യാശ വർദ്ധിക്കണം, ദൈവസ്നേഹം വർദ്ധിക്കണം, ഉള്ളിലെ ആ കടന്നു വന്നിട്ടുള്ള സന്തോഷം. പ്രതിസന്ധികളിലായിരിക്കും നമ്മൾ, ചാരമാക്കേണ്ടെന്നേ. അതൊക്കെ ഒരു ഇച്ചിരി നേരത്തേക്ക് ആ സൈഡിലേക്ക് അങ്ങ് മാറ്റിവെക്ക്. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ ഉണർത്തപ്പെടട്ടെ. ദൈവവചനത്തിൻ്റെ ശക്തി ആസ്വദിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. വചനം നമ്മെ സ്പർശിക്കട്ടെ. നമ്മെ വലിച്ചടിപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത്. കൃപാസനത്തെങ്കിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ആകർഷണീയത നമ്മളെ ആകർഷിക്കുകയാണ്, അങ്ങനെ അടുപ്പിച്ചു നിർത്തുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു മുന്നോട്ട് വരുമ്പോഴാണ് എന്താ പറഞ്ഞത്? കോരഹപുത്രന്മാരുമായി ബന്ധപ്പെടുത്തിയല്ലേ പറഞ്ഞത്. കോരഹപുത്രന്മാർ പറയുന്നു കൂടാരം മനോഹരമാണെന്ന്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ, അങ്ങനെ പുറമെ നോക്കുമ്പോൾ ഒന്നും പറയാനില്ല.
അതാണ് നമ്മുടെ നാട്ടിലെ യാക്കോബക്കാരും ഓർത്തഡോക്സുകാരും ഒക്കെ ഇങ്ങനെ പുറമെ നിന്ന് നോക്കിയിട്ട് വിശുദ്ധന്മാരെ, കർത്താവിൻ്റെ വിശുദ്ധന്മാരെ, തൻ്റെ തങ്കച്ചോരയാൽ കഴുകിയ ആൾക്കാരെ അവർ വിളിക്കുന്നതാണ് പോത്തുകുളത്തിൽ വീണവന്മാരെന്ന്. നിനക്കെല്ലാം ലഡു അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. യാക്കോബായ, ഓർത്തഡോക്സ്, കാത്തലിക് സകല മഹാന്മാർക്കും, അച്ഛന്മാർക്കും കൊച്ചച്ചന്മാർക്കും ചെമ്മാച്ചന്മാർക്കും എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ വിശുദ്ധ തിരുവെഴുത്തിനെ ആധാരമാക്കിയ ഞങ്ങൾ സംസാരിക്കുന്ന ഊഹാപോഹങ്ങളല്ല പറയുന്നത്, വളരെ ആധികാരികമായിട്ടല്ലേ പറയുന്നത്. സുവിശേഷം ഞങ്ങളെ സ്പർശിച്ചു. ആ സുവിശേഷം ഞങ്ങളെ സ്പർശിച്ചപ്പോൾ ആ ദൈവ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് പാപബോധം തന്ന സമയത്ത് ഞങ്ങൾക്കുണ്ടായ ബോധം എന്ന് പറയുന്നത് പാപബോധമാണ്. അല്ലാതെ സുറിയാനിയാണെന്നുള്ള ബോധമോ ലത്തീനാണെന്നുള്ള ബോധമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബോധമോ ഈ വക ബോധങ്ങളൊന്നും അല്ല വന്നത്. പാപബോധത്താൽ പിടിക്കപ്പെട്ടു. അത്യുന്നതൻ്റെ സന്നിധിയിൽ ആ പരമ പരിശുദ്ധിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നെടുമ്പാട് വീഴുകയാണ് ചെയ്തത്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപിയായ ഞാൻ, പത്രോസ് എടുത്ത് കടലിലേക്ക് ചാടിയില്ലേ, പാപിയായി എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു ചിന്താഗതിയിലേക്കാണ് നമ്മൾ ആദ്യം വന്നത്. എന്നാൽ ഒരു സാന്ത്വന സ്പർശനമാണ് നമുക്ക് ലഭിച്ചത്. അധൈര്യപ്പെടണ്ട, നിനക്ക് പകരക്കാരനായ ഒരു കുഞ്ഞാടിനെ അറുത്തിട്ടുണ്ട്, നിനക്ക് പകരക്കാരനായ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിട്ടുണ്ട്. അധൈര്യപ്പെടണ്ട, നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ആ തങ്കച്ചോരയാൽ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. വീണ്ടെടുപ്പിൻ വില കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. നീ വിശ്വസിച്ചാൽ മതി. വിശ്വസിച്ച് ഈ വിശുദ്ധ മാർഗത്തിലേക്ക് പ്രവേശിക്കുക, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ വന്നവരാ നമ്മൾ. അങ്ങനെ വന്ന മനുഷ്യരെയൊക്കെയാണ് സ്വർഗം അനുവദിച്ചിരിക്കുക. നിങ്ങളുടെ നാവുകൾക്ക് ബന്ധനമില്ല. പോത്തുകുളന്നോ കലക്കവെള്ളന്നോ പിന്നെ എന്നൊക്കെയാ പെട്ടിക്കടാന്നോ ഇന്നലെ കിളുത്ത തകരാന്നോ എന്തെല്ലാമൊക്കെയാ പറയുന്നത്. പറഞ്ഞോ. അതെല്ലാം കിരീടങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ച്. ഞങ്ങൾ അതിന് ബദലൊന്നും പറയാൻ വരുന്നില്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളും തിരിച്ച് രണ്ടെണ്ണം പറയും. അങ്ങനെയൊന്നുമില്ല. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും പറയാനില്ല. പറയാനാണെങ്കിൽ ഈ വിശ്വാസ വഴിയിലേക്ക് വരുന്നതിന് മുമ്പുള്ള സ്വഭാവം അനുസരിച്ചാണെങ്കിൽ എന്തെല്ലാം പറഞ്ഞത് ചോദിച്ചാൽ മതി. അങ്ങനത്തെ ഒരു നേച്ചർ ഇന്നില്ല. ദിവ്യ സ്വഭാവത്തിന് പാർട്ടേക്കേഴ്സ് ആകാൻ വിളിക്കപ്പെട്ടവരല്ലേ. അതുകൊണ്ട് ഇങ്ങോട്ട് പറയുന്നതിന് അങ്ങനെ തന്നെ മറുപടിയൊന്നും പറയില്ല. ഉരുളക്കുപ്പേരിയൊന്നുമില്ല. പോത്തുകുളെന്ന് പറഞ്ഞാൽ ഉടനെ വേറെ എരുമക്കുളന്നൊന്നും പറയില്ല. അങ്ങനെ പറയില്ല. അങ്ങനെയൊക്കെ പറയാനായിട്ട് വാട്ടീസൊന്നും അടിക്കുന്നവരല്ല ഞങ്ങൾ. ഞങ്ങളുടെ ഇടയിൽ വാട്ടീസ് അടിക്കുന്നവരുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഇപ്പോൾ വാട്ടീസ് അടിക്കുന്ന ആൾക്കാർ എനിക്കറിയില്ല എന്താവുമെന്ന്. അപ്പോൾ ചാടി ഇറങ്ങി വന്നെങ്കിലും ആ പഴയ സ്ഥലത്തെ ആ സ്വഭാവവും നേച്ചറൊന്നും വിട്ടിട്ടില്ല. വിടാത്ത ആൾക്കാർ ഞങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ട്. ഒരു 2000-ന് മുമ്പൊന്നും അങ്ങനത്തെ കഥ കേട്ടുകഴിവ് പോലുമില്ല. 2000 അതിന് പുറകിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ കഥകളൊന്നുമില്ല. അപജയങ്ങളുടെ ഒരു കാലമാണ് 90-കൾക്ക് ശേഷം, 2000-ന് ശേഷം. അത് മൊത്തത്തിൽ എല്ലായിടങ്ങളിലും സാമൂഹികമായിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അപജയങ്ങൾ, മൂല്യച്യുതികൾ, അത് ഈ ക്രൈസ്തവ ലോകത്ത് എല്ലാ ഭാഗത്തുമുണ്ട്. വിശേഷിച്ച് ഞങ്ങളുടെ ഇടയിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ പൂർവ്വകാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ കുഞ്ഞിനെ അങ്ങനത്തെ സൈസ് കിട്ടില്ല. മഷിയിട്ട് നോക്കിയാൽ കിട്ടില്ല. അപ്പോൾ ബദലൊന്നും പറയില്ല. പറഞ്ഞു വന്നതിൻ്റെ സാരം എന്നാ, ശ്രേഷ്ഠമായൊരു മാർഗം ഞങ്ങൾ കണ്ടെത്തി. ആ മാർഗത്തിൻ്റെ വിശേഷതയാണ് ഞങ്ങളെ ഇന്ന് ഇത്ര അഭിമാനത്തോടെ ആധികാരികതയോടെ സംസാരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതും ഉത്സാഹിപ്പിക്കുന്നതും ഒക്കെ. അപ്പോൾ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, കൂടാരം പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മനോഹരത്വം ഇല്ല. അതിന് യാതൊരു മനോഹരത്വം ഇല്ല. അകത്തേക്ക് വരണം. അതുപോലെ തന്നെയാണ് വേർപെട്ട ദൈവജനം. അവരെ അകലെ നിന്ന് നോക്കിക്കൊണ്ടാണ് നിങ്ങൾ 1ഉം 2ഉം പറയുന്നത്. നിങ്ങൾ 1ഉം 2ഉം അല്ലേ പറയുന്നത്? ചിലപ്പോൾ 2ഉം 3ഉം ഒക്കെ പറഞ്ഞു കളയും. അങ്ങനെയൊക്കെ നിങ്ങളെക്കൊണ്ട് പറയാൻ പ്രേരിപ്പിക്കുന്ന ചില സ്പിരിറ്റുകളുണ്ട്. ഏതായാലും പരിശുദ്ധാത്മാവ് ഒരു ഓർത്തഡോക്സുകാരനെ കൊണ്ടും ഒരു പെന്തിക്കോസുകാരനെ കാണുമ്പോൾ പോത്തുകുളത്തിൽ വീണു എന്ന് പറയിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അച്ഛന്മാരെ കൊണ്ടും നിങ്ങളുടെ ജനത്തെ കൊണ്ടും ഒക്കെ ഈ നടന്നു പോകുന്ന പെന്തിക്കോസുകാരെ കാണുമ്പോൾ, ഇനി അവർ ശരിയല്ലെങ്കിലും കുഴപ്പക്കാരാണെങ്കിലും പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെങ്കിൽ അങ്ങനെ പറയിപ്പിക്കുമോ? പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ബോധ്യമാണ്, നിങ്ങളെ ഒന്നും പരിശുദ്ധാത്മാവ് നയിക്കുന്നില്ല. നിങ്ങളെ കുറച്ച് എണ്ണ പൂശി, നിങ്ങളെ കുറച്ച് വേറെ ഏതാണ്ടൊക്കെ പൂശി, നിങ്ങളെ കുറേ വെള്ളത്തിലിട്ട് ഇങ്ങനെ തളിപ്പിച്ചൊക്കെ എടുത്ത് കടുക് പൊട്ടിക്കുന്ന പോലെ പൊക്കി പുറത്തെടുത്തു. അത്രയൊക്കെ ഉള്ളൂ. ഒരു പരിശുദ്ധാത്മാവ് ആ പഞ്ചായത്തിലെങ്ങുമില്ല. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചില സമയത്ത് സംസാരിക്കുമ്പോൾ ഒരു വാക്ക് അരുതാത്ത വന്ന ഈ മെസ്സേജിലൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ അച്ഛനെക്കുറിച്ചൊക്കെ പറയുന്ന ബഹുമാനായ അച്ഛനാ, അല്ലാതെ എവിടെയോ കിടക്കുന്ന ഒരു അച്ഛനൊന്നുമല്ല പറയുന്നത്. വളരെ സ്നേഹത്തോടെ പറയുന്നത്. ഒരു പക്ഷേ പ്രായത്തെക്കുറിച്ച് നമുക്ക് കറക്റ്റ് അറിയില്ലായിരിക്കാം. എങ്കിലും നമ്മളെക്കാൾ മുതിർന്നവരെന്നുള്ള പരിഗണന തന്നെയാണ് അവരെയൊക്കെ കാണുന്നത്. ആശയത്തിലും ഉപദേശത്തിലും വ്യത്യസ്തത ഉണ്ടായിരിക്കാം. പക്ഷേ ഏറ്റവും ആദരവോടും ബഹുമാനത്തോടെയേ സംസാരിക്കുകയുള്ളൂ.
നിങ്ങളുടെ ഇടയിലെ ചില മെത്രാന്മാരെന്ന് പറഞ്ഞാൽ ഇതുപോലെ കുരുത്തം കെട്ടവന്മാർ ഉലകത്തിലില്ല. പക്ഷേ എങ്കിലും ഞങ്ങൾ അവരെയൊക്കെ ഒരു ബഹുമാനത്തിൽ തന്നെയാണ് കാണുന്നത്. അവരുടെ പ്രായമൊക്കെ ഞങ്ങൾ മാനിക്കും. അവർ ഗണപതിയുടെ മുമ്പിൽ പോയി കുമ്പിട്ട് നിൽക്കും, അവർ ഏറ്റുമാനൊരു അപ്പനെ പോയി തൊഴുത് നിൽക്കും. എങ്കിലും ഞങ്ങളതൊക്കെ പറയും. അത് വൈരാഗ്യം കൊണ്ടൊന്നും പറയുന്നതല്ല, കുരുത്തം കെട്ട പാർട്ടികളാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി പറയുന്നതല്ലേ. മറ്റുള്ളവരെ അറിയിക്കണ്ടേ നമുക്ക്? ഈ പാർട്ടികളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിന്നെ പാതാളം പിടിച്ചോണ്ട് പോകും, മരണപാശങ്ങൾ നിന്നെ ചുറ്റും, നീ പാതാള വേദനകൾ അനുഭവിക്കും. പ്രിയനെ രക്ഷപ്പെട്ടോ, ഓടിക്കോ, വിട്ടുപോരുവീൻ, അത്തരം കൂട്ടങ്ങളിൽ നിന്ന് വിട്ടുപോരുവീൻ. അപ്പം നിങ്ങളുടെ പെന്തിക്കോസി വരണമെന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് വരാനൊന്നും നമ്മൾ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ അതിൽ നിന്ന് വേർപെട്ടോ, രക്ഷപ്പെട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ലഭിക്കപ്പെടുന്ന ബോധ്യത്തിനനുസരിച്ച് നിങ്ങൾ ജീവിച്ചോ. ഞങ്ങളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമാണെന്ന് തോന്നിയാൽ നിങ്ങൾ വചനപ്രകാരം ജീവിക്കുന്നേ. നിങ്ങളിങ്ങനെ ഈ ഏറ്റുമാനൂർ പോയി തൊഴാനും നിങ്ങൾ പിന്നെ മറ്റേ അവിടെ പോയി തൊഴാനും ഇങ്ങനത്തെ പരിപാടിയൊക്കെ പോയി കഴിഞ്ഞാൽ എന്നിട്ട് നീ സ്വർഗത്തിൽ പോകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെപ്പോലെ വിഡ്ഢി വേറെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. അപ്പോൾ പുറമെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സമാഗമന കൂടാരം ഒരു ഭംഗിയില്ല. യേശുക്രിസ്തുവിനെ നോക്കിയാൽ എന്നാ ഭംഗിയുള്ള ഒരു ഭംഗിയില്ല, രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക ഒരു സൗന്ദര്യമില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ. അപ്പോൾ ഉത്തമഗീതത്തിൽ അതങ്ങനെ എല്ലാവർക്കും വെളിപ്പെടില്ല. അതൊക്കെ അകത്തേക്ക് വരണം. അവൻ്റെ കോമളത്വം, മനോഹരത്വം, ഇവൻ എന്തൊരു അത്ഭുത പുരുഷൻ, അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ ഞങ്ങൾ പാടും. എന്തൊരു അത്ഭുത പുരുഷൻ ക്രിസ്തു എന്നൊക്കെയുള്ള പാട്ടുകൾ ഞങ്ങളുടെ പൂർവന്മാർ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊരു അത്ഭുത പുരുഷൻ ക്രിസ്തു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ അങ്ങനെ അടുത്തടുത്ത് വന്നെങ്കിലേ കാണാൻ കഴിയുള്ളൂ. അകലെ നിന്ന് നോക്കിക്കണ്ട യഹൂദന്മാരെല്ലാം എന്താ പറഞ്ഞത്? ഇവൻ മറിയുടെ മോൻ തന്നെയാന്നാ പറഞ്ഞ്. പിന്നെ ചിലരെന്നാ പറഞ്ഞു, ഇവൻ തച്ചൻ്റെ മോനാന്നാ പറഞ്ഞ്. വേറെ കുറേ ആൾക്കാർ പറഞ്ഞു തന്നെ ഭൂതങ്ങളെ കൊണ്ട് ശുശ്രൂഷിക്കുന്നവൻ എന്നൊക്കെയാണ് പറഞ്ഞത്. ആ കുഴപ്പക്കാരനാ, ചുങ്കക്കാരുടെയും പാപിനികളുടെയും പാവികളുടെയും എന്ന് വേണ്ട, കണ്ട മുക്കുവന്മാരുടെയും സമൂഹത്തിൽ ഒരു അഡ്രസ്സും ഇല്ല, പിൻകോഡും ഇല്ലാത്ത ആൾക്കാരുമായിട്ടാണ് സംബന്ധവും കൂട്ടുമൊക്കെ. അങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞത്. അവരെല്ലാം അകലം വിട്ട് നിന്നാ പറഞ്ഞത്. അവരൊന്നും അടുത്ത് വന്നിട്ടില്ല. അടുത്ത് വന്ന് നിന്ന പത്രോസാ പറഞ്ഞത് നീ വന്ധ്യനായവൻ്റെ പുത്രനാണെന്ന്. ഉടുക്ക പത്രോസ് പറഞ്ഞു നമുക്ക് നിശ്ചയമായും 3 കുടിലുണ്ടാക്കണമെന്ന്. യഹൂദ മലനാട്ടിലുള്ള ആരും പറഞ്ഞില്ല നമുക്ക് 3 കുടിലുണ്ടാക്കണമെന്ന്. പത്രോസാ പറഞ്ഞത്. കാരണം എന്നാ? അവൻ അടുത്ത് നിന്നു, മേഘത്തിൻ കീഴിൽ നിന്നു. പണ്ട് മോശ മേഘത്തിൻ കീഴിൽ നിന്നതുപോലെ നിന്നില്ലേ? അതായത് പർവ്വതത്തിൻ്റെ ഉച്ചിയിൽ കയറി നിന്നില്ലേ ദൈവസാന്നിധ്യത്തിൽ? അതുപോലെ പത്രോസും യോഹന്നാനും യാക്കോബും ഇരുന്ന നിമിഷങ്ങളുണ്ട്. പത്രോസ് ചാടിക്കേറി പറയാം നമുക്ക് 3 കുടിൽ വെക്കാമെന്ന്. ഇത് അവിടെയുള്ള എല്ലാവരും പറഞ്ഞോ? ഇല്ല. അകലം വിട്ട് നിന്നവരാ പറഞ്ഞത് ഈ പറഞ്ഞ രീതിയിലൊക്കെ. അതുപോലെയാണ് വേർപെട്ട ദൈവജനം. അവരെയും അകലെ നിന്ന് നോക്കി കാണുന്നവരെല്ലാം ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അല്പന്മാർ, കാശിൻ്റെ വിലയില്ലാത്തവന്മാർ. ഈ അപ്പോസ്തലന്മാരെയൊക്കെ കണ്ടപ്പോൾ പീലാത്തോസ് എഴുന്നേറ്റ് നിന്നിട്ട് പ്രൈസ് ദി ലോർഡ് ബ്രദർ പീറ്റർ, സിറ്റ് ഡൗൺ. ഇദ്ദേഹത്തിന് വേണ്ടത് ചായ, കാപ്പിയ, മുന്തിരിച്ചാറ അത് കൊടുക്കാനൊന്നും പീലാത്തോസും പറഞ്ഞില്ല, ഹെരോദാവും പറഞ്ഞില്ല, പിന്നെ ആരാ? ഒരു കൈസർമാരും പറഞ്ഞില്ല. ആ സമയത്ത് അവിടെയുള്ള മതത്തിൻ്റെ തലവനായ ഹന്നാസും കയ്യഫാസും നമുക്കൊരു എക്യൂമിനിക്കൽ മീറ്റിംഗ് നടത്തണം. പീറ്റർ ആൻഡ് ജോൺ ആൻഡ് ജേക്കബ്, നിങ്ങൾ 3 പേരും പോരെ? നിങ്ങളാണല്ലോ തൂണുകളായി എണ്ണപ്പെട്ടിരിക്കുന്നവർ. ബാക്കിയുള്ള പിള്ളേരൊക്കെ പിന്നെ വിളിക്കാം. അപ്പോൾ നിങ്ങൾ വാ, നമുക്കൊരു സംയുക്ത മീറ്റിംഗ് നടത്താം എന്നൊന്നും ആരും പറഞ്ഞില്ല. ഇവരെയൊക്കെ കാണുമ്പോൾ എൻ്റെ ദൈവമേ പുഴുത്ത പട്ടിയെ കാണുന്ന പോലെ അന്ന് ആളുകൾ കണ്ടത്. ആ സെയിം കാഴ്ചയാണ് ഇവിടുത്തെ യാക്കോബായ ഓർത്തഡോക്സ് കത്തോലിക്കർ ഈ പെന്തിക്കോസുകാരെ കാണുമ്പോൾ. ഹിന്ദുക്കളെയോ മുസ്ലിങ്ങളെയോ നിരീശ്വരവാദിയോ മറ്റാൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവരെ ഒന്നും കാണുമ്പോൾ ഇവർക്ക് ആർക്കും ഒരു ദേഷ്യവും തോന്നാറില്ല, ഒന്നും തോന്നാറില്ല. അവരുടെ ഉള്ളിലിങ്ങനെ പല്ല് കടിച്ചിറുമി ആകെ കോപാക്രാന്തരായി വരുന്നത് ഈ ഒരു കൂട്ടം ആൾക്കാരെ കാണുമ്പോഴാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പിക്ചർ കണ്ടേ, ഇങ്ങനെ സാന്ദർഭികവശാൽ കണ്ടതാ. നമ്മുടെ കാലം ചെയ്ത പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവ ചുങ്ക സെമിനാരിയുടെ എന്തോ ഒരു പ്രോഗ്രാമിന് അതേ പരിമല സെമിനാരിയുടെയാണോ ഈ ദലൈലാമ, ശ്രീമാൻ ദലൈലാമ അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹമായിരുന്നു അനുഗ്രഹ പ്രഭാഷണം നടത്തിയത്. അപ്പോൾ ആ വേദിയിലിരിക്കുന്ന സമയത്ത് ഈ ഇദ്ദേഹത്തിൻ്റെ നീണ്ട വെളുത്ത പഞ്ഞിനൂൽ പോലെയുള്ള താടി ഇങ്ങനെ താഴെ വരെ കിടക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ ഈ താഴെ വരെ കിടക്കുന്നത് ഇങ്ങനെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് ദലൈലാമ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട്, അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല, നമുക്ക് പിക്ചറല്ലേ, പിക്ചറിലൊന്നും കേൾക്കാൻ പറ്റില്ലല്ലോ. പിക്ചറിൽ നോക്കുമ്പോൾ ഈ താടിയൊക്കെ എടുത്ത് പിടിച്ച് ഇങ്ങനെ ജ്യേഷ്ഠനും അനുജനും ഇരിക്കുന്ന പോലെയുണ്ട്.
എന്നാ സ്നേഹം, എന്നാ കരുതൽ. അതാണ് സാഹോദര്യം, അതാണ് മതേതരത്വം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ആ കരുതലോടുകൂടി ഇരുന്ന്, ആ അടുപ്പത്തോടു കൂടി, ആ സെക്കൻഡിൽ എൻ്റെ ഉള്ളിലൂടെ കടന്നുപോയൊരു ചിന്തയുണ്ട്. എൻ്റെ ദൈവമേ, ഈ ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ അടുക്കൽ ഏതെങ്കിലും പെന്തക്കോസ്റ്റിൻ്റെ ലീഡർമാരായ അല്ലെങ്കിൽ സീനിയർ മോസ്റ്റ് പാസ്റ്റേഴ്സ് ആരെങ്കിലും അടുത്തിരുന്നിട്ട് പുള്ളിയുടെ താടി ഇങ്ങനെ എടുത്ത് പിടിച്ചിട്ട് ബ്രദർ അല്ലെങ്കിൽ ചേട്ട അല്ലെങ്കിൽ അച്ചായ, ഓ തിരുമേനിമാരെയാണോ അച്ചായ എന്നൊക്കെ വിളിക്കുന്നത്, എനിവേ അങ്ങനെ ഒക്കെ പറയാനായിട്ട് തിരുമനസ്സേന്ന് തന്നെ വിളിച്ചോട്ടെ, എങ്കിലും അങ്ങനെ അടുത്തിരുന്ന് പറയാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. കാരണം എന്നാ? കാരണം അത് തന്നെയാണ്, വേറെ കാരണമൊന്നുമില്ല. ഇതൊക്കെ നിങ്ങളുടെ ചിന്താമണ്ഡലം ഉണരാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ലോകത്തിൽ ആരുമായിട്ടും കൂട്ടുകൂടാം, പക്ഷേ ഈ ഒരു കൂട്ടരെ മാത്രം കണ്ടെടുത്താൽ കാണാൻ മേല. അതെന്നായിരിക്കും? അതെന്തായിരിക്കും അത്? അതിൻ്റെ പഠനത്തിന് വേണമെങ്കിൽ ഇസ്രായേൽ എന്താണെന്ന് പഠിക്കണം. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ചുറ്റും കിടക്കുന്നത് എത്രമാത്രം ജാതികളാണ്. 7ലധികം ജാതികൾ അവിടെ കിടപ്പുണ്ടായിരുന്നു അന്നത്തെ സമയത്ത്. ആ ജാതികളിൽ ഒരുത്തിന് പോലും ഇവരെ കണ്ടെടുത്താൽ കാണാൻ മേല. ഒറ്റ ഒരുത്തിന് പോലും കണ്ടെടുത്താൽ കാണാൻ മേല. ഒരു ഇച്ചിരി ഉപ്പ് മേടിക്കാനോ അല്ലെങ്കിൽ ഒരു തേങ്ങ, ഒരു മുറി തേങ്ങ മതി, ഒരു പുൾ തേങ്ങ പോലും വേണ്ട. ഒരു ചമ്മന്തി അരയ്ക്കാൻ നേരത്ത് തേങ്ങയില്ല നോക്കിയപ്പോൾ. എന്നാൽ ഒരു മുറി തേങ്ങയ്ക്ക് ആ ഹിത്യരുടെ അടുത്തേക്ക് ഒന്ന് വന്നു വെച്ചാൽ അവനൊക്കെ ഇടഞ്ഞു നിൽക്കുക. എന്നാൽ പെരിശരുടെ അടുത്തേക്ക് വന്നു വെച്ചാൽ അവനും ശരിയല്ല, കാന്താരികൾ പോലും ആരും തരാനില്ല. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്കാകെ ആശ്രയമുള്ളത് അവരുടെ യാഹാം ദൈവം മാത്രമാണ്. അവരുടെ പാറ, അവരുടെ ശൈലവും അവരുടെ കോട്ടയും അവരുടെ എല്ലാം ആ വലിയവനായ ദൈവം മാത്രമാണ്. അമോര്യരുടെ പഞ്ചസാരയും വേണ്ട, പിന്നെ എന്നാ ഹീത്യരുടെ ഉപ്പും വേണ്ട, മറ്റവരുടെ കാന്താരിവളവും വേണ്ട, ഒന്നും വേണ്ട. ദൈവം അവരെ സമൃദ്ധിയായിട്ട് നടത്തുകയാണ്. ഈ പോയ വഴിയിലും ആ ദേശത്ത് ചെന്നിട്ടും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഈ പെന്തിക്കോസ്തുകാരെ ഇസ്രായേലിനെയും താരതമ്യം ചെയ്ത് ചിന്തിച്ചു നോക്കും. കാരണം എന്നാ, ഈ ഇസ്രായേലിനെ ചുറ്റുമുള്ള ആൾക്കാർ വെറുക്കപ്പെട്ട ഒരു സമൂഹമായിട്ടാണ് കാണുന്നത്. പക്ഷെ അവർ അധികരിച്ച ദൈവകൃപ പ്രാപിച്ച മനുഷ്യരാണെന്നുള്ളത് നമുക്ക് പഠിച്ചാൽ മനസ്സിലാവും. അവർ ദൈവകൃപ പ്രാപിച്ചവരാണ്. പക്ഷെ അവരുടെ കയ്യിലിരിപ്പ് ചില കാര്യങ്ങളൊക്കെ കുരുത്തക്കേടുകളുണ്ട്. ആ കുരുത്തക്കേടുകൾ അപ്പോൾ അത് പെന്തിക്കോസ്തുകാരുടെ കയ്യിലുണ്ടോയെന്ന് ചോദിച്ചാൽ പിന്നെ ഉണ്ടോയെന്ന് ചോദിക്കണോ? അവിടെ അവരോട് ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ചെയ്ത് കളയും. ചില സമയത്ത് നല്ല സ്മൂത്തായിട്ടായിരിക്കും പോകുന്നത്, ചില സമയത്ത് നേരെ തലതിരിഞ്ഞായിരിക്കും. അതുപോലെ തന്നെയുണ്ട് ഇവിടെയും. എഴുതപ്പെട്ട വചനം കയ്യിൽ കിട്ടിയിരിക്കുകയാണ്, അത് വെളിപ്പെട്ട് കിട്ടിയിരിക്കുകയാണ്. ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരിക്കും നിശ്ചയം എന്ന് എഴുതി വെച്ചിരിക്കുക. എന്നിട്ടും എത്രയോ പേരാ ജഡത്തിൽ നടക്കുന്നത്. ലോകത്തിൻ്റെ സ്നേഹിതനാകരുതെന്ന് എഴുതി വെച്ചിരിക്കുക. ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകുമെന്ന് എഴുതി വെച്ചിരിക്കുക. എന്നിട്ടും ലോകത്തിൻ്റെ സ്നേഹിതരാകാൻ ആളുകൾ ഇവിടെ പോകുന്നുണ്ട്. ഇവിടെ അതൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇതിനകത്തൊരു ശേഷിപ്പുണ്ട്. അവരെയാണ് ഈ ആളുകൾ വെറുക്കുന്നത്, അവരെയാണ് ഇഷ്ടപ്പെടാതിരിക്കുന്നത്. ആ സെയിം കാര്യം തന്നെയാണ് ഭക്തിയിൽ പോകുന്ന കാലത്ത് ഇസ്രായേലിനെ ആളുകൾ വെറുക്കുന്നു. ഇതൊക്കെ സന്ദർഭവശാൽ പറഞ്ഞതാ കേട്ടോ, ആരും പരിഭവിച്ചേക്കരുത്. ഇതൊക്കെ സന്ദർഭവശാൽ പറഞ്ഞു വന്നതാണ്. വിഷയം കുഞ്ഞുങ്ങളുടെ മാമോദീസയാണ്. പക്ഷേ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ വെളിപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ആസ്വാദ്യകരമായ കാര്യങ്ങളാണ്. പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ അടുത്ത് വെച്ചുകൊണ്ടും ചരിത്രത്തെയും നമ്മുടെ ജീവിതാനുഭവങ്ങളെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത്. പുറമെ നിന്ന് നോക്കുന്ന കോരകൂത്തറിന് ഇത് മനോഹരമാണെന്നൊക്കെ പറയാൻ കഴിയില്ല. പക്ഷെ അത് വെളിപ്പാടിൽ പറഞ്ഞതാണ്. ഒരു ചെറിയ വെളിപ്പാട് ലഭിച്ചു, ഒരു നേരിയ വെളിപ്പാട്. ആ വെളിപ്പാടിലാണ് പറഞ്ഞത്, മോശ പണിത ഈ കൂടാരം ഇതിനൊരു ഭംഗിയില്ലെന്നേ. അതേസമയം കോരകൂത്തറിന് വെളിപ്പെട്ട് വന്ന ആ വെളിപ്പാടെന്നാ? സഭയാം കൂടാരത്തെക്കുറിച്ചൊരു നേരിയ വെളിപ്പാട് കിട്ടി, ഒരു ചെറിയ ഒരു മിന്നലാട്ടം. ആ മിന്നലാട്ടം വെച്ചിട്ടാണ് പറഞ്ഞത്, സൈന്യങ്ങളുടെ യഹോവേ നിന്റെ നിത്യനിവാസം എത്ര മനോഹരമെന്ന്. അവിടെ എന്താ വായിച്ചത്? സൈന്യങ്ങളുടെ യഹോവേ നിന്റെ നിവാസം എത്ര മനോഹരമെന്ന്. നമ്മളിപ്പോൾ പറയുമ്പോൾ എങ്ങനെ പറയും? അത് മനോഹരമല്ലെന്നേ. മനോഹരമാണെങ്കിൽ ചുരുട്ടി വെക്കേണ്ട കാര്യമില്ലല്ലോ. ഏകദേശം 488 വർഷത്തിനടുത്താണ് ഇസ്രായേലിൻ്റെ നടുവിൽ ഈ കൂടാരം ഇരുന്നത്. തികച്ചും ടെമ്പററി ആയിരുന്നു അത്, മോശയുടെ കൂടാരം. അത് അതിമഹത്തായൊരു കൂടാരം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആ കൂടാരം ചുരുട്ടി വെച്ചിട്ട് ന്യൂനതകളില്ലാത്തൊരു കൂടാരം നിവർത്താൻ പോവുകയാണ്. കാഹളം ധ്വനിച്ചു കഴിഞ്ഞാൽ ആ കൂടാരം നിവരും. അതിൻ്റെ പണി ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. സഭയാം കൂടാരം അതങ്ങ് നിവർന്നു കഴിയുമ്പോൾ കോരപുത്രൻ്റെ ഈ വാക്കുകൾ ഇങ്ങനെ മുഴങ്ങും അന്തരീക്ഷത്തിൽ. ഓ സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ നിന്റെ നിത്യനിവാസം എത്ര മനോഹരമെന്ന്. ഭയങ്കര വെളിപ്പാടാണ് അതൊക്കെ. ഈ വെളിപ്പാടൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ കുറിയലൈസവും പറയാൻ അങ്ങോട്ടൊന്നും വരാത്ത. ഇവിടെ നിന്നുകൊണ്ട് കുറിയലൈസവും പറയുന്നത്, വെളിപ്പാടിൽ നിന്നുകൊണ്ടല്ലേ പറയുന്നത്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു വരുന്നത്?
സഹോദരങ്ങളെ, വീണ്ടും ജനനം എന്ന് പറയുന്നത് വചനത്തിലൂടെയാണ്. വചനത്തിലൂടെ അല്ലാതെ വീണ്ടും ജനിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഈ യാക്കോബിൻ്റെ ലേഖനം നമ്മൾ വായിച്ചു, സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന്. അതിനോട് ചേർത്തൊരു വാക്യോടെ വായിക്കാം, 1 കൊരിന്ത്യർ ലേഖനം 4:15. ഇവിടെ കൊരിന്ത്യരോട് പൗലോസ് പറയാണ്, ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ചത്. അപ്പോൾ വീണ്ടും ജനനത്തിന് ഘടകമായിരിക്കുന്നത് സുവിശേഷമാണ്. ഈ കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിൽ അങ്ങ് പറഞ്ഞിട്ട് യാക്കോബിൻ്റെ ലേഖനം വായിച്ചു. എന്നിട്ട് പിന്നീട് പല പല കാര്യത്തിലേക്ക് കടന്നുപോയി. കോരകപുത്രന്മാർ, സമാഗമന കൂടാരം, പിന്നെ എന്നാ പെന്തിക്കോസ്ത്, ഓർത്തഡോക്സ്, യേശുക്രിസ്തു, അങ്ങനെ പുറമെ നിന്ന് ആളുകൾ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതുമായ കാര്യങ്ങളൊക്കെ പറയായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വന്നിരിക്കുകയാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ തുടർച്ചയെന്നോണം തൊട്ടടുത്ത വാക്യമായിട്ട് നമ്മൾ വായിക്കുകയാണ്, ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ചത്. യാക്കോബിൽ പറഞ്ഞു സത്യത്തിൻ്റെ വചനത്താലാണ് ജനിക്കുന്നതെന്ന്. ഇവിടെ പറയുന്നു സുവിശേഷത്താലാണ് ജനിക്കുന്നതെന്ന്. ഇതിൻ്റെ എല്ലാം ചുരുക്കെഴുത്ത് എന്താ? കെടുന്ന ബീജത്താലല്ല. അത് പത്രോസാ പറഞ്ഞത്. കെടാത്ത ബീജത്താൽ, വചനമാകുന്ന ബീജത്താലാണ് വീണ്ടും ജനിക്കുന്നതെന്ന്. അപ്പോൾ അതിന് നമ്മുടെ അകപ്പറമ്പ് ഗോറപ്പിസ്കോപ്പ പറഞ്ഞു, അത് കേട്ടുകഴിവിയാ കേട്ടോ, ഈ വെള്ളത്തെ പരിശുദ്ധാത്മാവിനോട് ചിത്രീകരിക്കാൻ പാടില്ല എന്ന്. ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനാലും ജനിക്കണമെന്നാണോ? അതാണോ അതിൻ്റെ അർത്ഥം? വെള്ളത്താലും ആത്മാവിനാലും എന്ന് പറഞ്ഞാൽ ഒന്ന് ആത്മാവുണ്ട് അവിടെ, അത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. അടുത്ത കാര്യം എഴുതിയിരിക്കുന്നത് എന്താ? വെള്ളമാണ്. യോഹന്നാൻ 3 പറയുന്നത് വെള്ളം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സന്ദർഭങ്ങളുണ്ടെന്നേ ഓരോരോ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട്. ഇപ്പം ഞങ്ങൾ 1 പറഞ്ഞ് 2, 2 പറഞ്ഞ് 3 സമാഗമന കൂടാരത്തിലേക്ക് എഴുതിയാടുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഇത് ചാടാൻ പോവുക. അങ്ങനെ ഞങ്ങൾ ചാടി ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ വാതിൽ തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് യാഗപീഠമാണ്. യാഗപീഠത്തിലേക്ക് ആദ്യത്തെ നോട്ടത്തിൽ കാണുന്നത് പിതാവിൻ്റെ ഏകജാതനായ പുത്രനെയാണ്. ഇച്ചിരി നേരം കഴിയുമ്പോൾ ഞങ്ങൾ പറയും അവിടെ കാണുന്ന ആദ്യജാതനാന്ന് പറയും. അതെങ്ങനെ ശരിയാവുമെന്ന് ചോദിച്ചാൽ അതൊക്കെ ശരിയാവുന്നേ. അതൊക്കെ ട്രാക്കി വന്നു കഴിഞ്ഞാൽ ശരിയാവും, കാര്യം മനസ്സിലാവും. അപ്പോൾ സന്ദർഭത്തിനനുസരിച്ച് പറഞ്ഞു കളയും. ഞങ്ങൾ ആ വിളക്കിലേക്ക് നോക്കിയിട്ട് പറയും ആ വിളക്ക് യേശു ക്രിസ്തുവിനെ കാണിക്കുന്നെന്ന് പറയും. എവിടെയാ? കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന മെനോറ, ആ കത്തി നിൽക്കുന്ന വിളക്ക്, സന്ധ്യ മുതൽ പ്രഭാതം വരെ കത്തേണ്ട വിളക്ക്. ആ വിളക്കിലേക്ക് നോക്കിയിട്ട് പറയുമ്പോൾ എന്തു പറയും? അത് യേശു ക്രിസ്തുവിനെ കാണിക്കുന്നെന്ന് പറയും. 2 മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ പറയും അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു എന്ന്. അതെങ്ങനെ ശരിയാവും? അതൊക്കെ ശരിയാക്കി തരാം. അത് കഴിഞ്ഞ് ഒന്നോടെ നോക്കിക്കഴിയുമ്പോൾ എന്ത് പറയും? അത് കർത്താവിൻ്റെ സഭയെ കാണിക്കുന്നു. ആ സീലെ തങ്കനില വിളക്ക്, ആഹാ, അത് കർത്താവിൻ്റെ സഭയെ കാണിക്കുന്നു എന്ന് പറയും. തീർന്നോ? ഇല്ല, ഇനി ഒന്നോടെ പറയും. അതെന്നതാ? ആ വിളക്കിലേക്ക് നോക്കുമ്പോൾ കർത്താവിനെയും തൻ്റെ സഭയെയും വിശേഷാൽ പരിശുദ്ധാത്മാവിനെയും കാണുകയാണ് അല്ലേ? ആ വിളക്കിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തുവിനെ കാണുന്നു. അതിനകത്ത് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിച്ചിട്ടുണ്ട് കത്താനായിട്ട്. ആ എണ്ണയിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കാണുന്നു. പിന്നെയോ അതിനകത്തേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന തിരിയുണ്ടല്ലോ, കത്തി അമരാൻ വേണ്ടി ഇറക്കി വെച്ചിരിക്കുന്ന തിരി, അത് എന്നെയും നിങ്ങളെയും കാണിക്കുന്നു, അഥവാ കർത്താവിൻ്റെ സഭയെ കാണിക്കുന്നു. ഈ അന്ധകാര ലോകത്തിന് അഥവാ ആത്മീയ അന്ധതയിൽ കിടക്കുന്ന ഈ ലോകത്തിന് വെളിച്ചം പകരുവാനായിട്ട് താൻ ആക്കി വെച്ചിരിക്കുന്ന തൻ്റെ വിളക്കാണ് തൻ്റെ സഭയെന്ന് പറയുന്നത്. കത്തിജ്വലിക്കേണ്ട വിളക്ക് കത്തുന്നുണ്ടോ? അത് എല്ലാ കൂട്ടരോടും ഞാൻ ചോദിക്കുന്നത്. അത് പെന്തിക്കോസുകാരോട് ചോദിച്ചങ്ങ് തുടങ്ങാം. ഓർത്തഡോക്സുകാരും കത്തോലിക്കരും എല്ലാവരും കേൾക്കുക. മലയാളക്കരയിൽ ഏറ്റവും കൂടുതൽ ബാർ നടത്തുന്നത് കത്തോലിക്കർ ആൻഡ് ഓർത്തഡോക്സുകാരാണ്. ഓർത്തഡോക്സുകാർക്ക് അങ്ങനെ ഇടിച്ചു നിൽക്കാൻ പറ്റില്ല, പുറകിലേ നിൽക്കുള്ളൂ. കത്തോലിക്കർ തന്നെയാണ് മുൻപിൽ. അത് റോമനാണോ ലാറ്റിനാണോ എന്ന് ചോദിച്ചാൽ അതൊക്കെ എൻ്റെ കയ്യിൽ അതിൻ്റെ കണക്കൊന്നുമില്ല എൻ്റെ പൊന്നെ. എന്തായാലും ആ കൂട്ടരാണ് ഈ ബാറുകൾ ഏറ്റവും കൂടുതൽ നടത്തുന്നത്. പിന്നെ ഈഴവർ ചെത്തരുത്, കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ അവരുടെ ഗുരുവുണ്ട്. ആ ഗുരു പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ പേറുന്ന ആൾക്കാർ അവരും ധാരാളം ബാറുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മലയാളക്കര പെന്തിക്കോസുകാർക്ക് ബാറുണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിൽ ഇതുവരെ ഇല്ല. നാളെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ന്യൂ ജനറേഷൻ പെന്തിക്കോസുകാരെന്ന് പറയുന്ന കൂട്ടർ എവിടെയെങ്കിലും ബാർ നടത്തി കഴിഞ്ഞിട്ട് അത് ഞങ്ങളുടെ തലയിൽ വരും, പെന്തിക്കോസുകാരുടെ തലയിൽ വരും. ന്യൂജൻ പെന്തിക്കോസ് എവിടെയെങ്കിലും ഒരു ബാർ നടത്തുക എന്ന് വിചാരിച്ചോ. കോട്ടയത്തൊരു ബാർ നടത്തുക. അവിടെ ഉണ്ടല്ലോ ഇരട്ടകളൊക്കെ. ഈ വിദ്വാന്മാർ ഒരു ബാർ നടത്തുകയാണ്. അത് 5 സ്റ്റാർ മോഡലിലായിക്കോട്ടെ, 5 സ്റ്റാർ മോഡലിൽ ബാറൊക്കെ നടത്തുന്നു. അപ്പോൾ നാട്ടുകാർ പറയുകയാണ് കണ്ടോ പെന്തിക്കോസുകാരുടെ ബാറെന്ന്. ഏത് പെന്തിക്കോസുകാർ വായ മനസ്സറിയാത്ത കാര്യമാണ്. ഇത് നടത്തുന്ന പുള്ളികൾ വേറെ പുള്ളികളാണ്. അവർ ഈ പുസ്തകത്തിനോ ഈ കാര്യത്തിനൊന്നും ഒരു വില കൽപ്പിക്കുന്നവരുമല്ല.
അവർ ചുമ്മാ ഒന്ന് പറഞ്ഞ് രണ്ടിന് ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ 1.5 കോടി 2.5 കോടിയൊക്കെ വരുത്തുന്ന ആൾക്കാരാണ്. അവരും ക്രിസ്ത്യാനിത്വമായിട്ടും അവരും പെന്തിക്കോസുമായിട്ടും എന്നാ ബന്ധം? ഒരു പുലബന്ധം പോലുമില്ല, യാതൊരു ബന്ധമില്ല. അപ്പം ഞാൻ എന്താ പറഞ്ഞു വന്നത്? വീണ്ടും ജനനത്തോടുള്ള ബന്ധത്തിൽ വെള്ളത്താലും ആത്മാവിനാലെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലാണ് സഹോദരങ്ങളെ വീണ്ടും ജനനം. വചനമാകുന്ന വിത്ത് ഒരുവൻ്റെ അകത്ത് കൊണ്ടുവരണം. അത് പരിശുദ്ധാത്മാവാണ് കൊണ്ടുവരുന്നത്, ചുമ്മാ കൊണ്ടുവരില്ല. ഒരുക്കപ്പെട്ട നിലത്തെ കൊണ്ടുവരികയുള്ളൂ. അങ്ങനെ ഒരുക്കപ്പെട്ട നിലം എന്ന് പറഞ്ഞാൽ സുവിശേഷം എന്ന കലപ്പ കൊണ്ടാണ് ഒരുക്കുന്നത്, അഥവാ നിലം ഒരുക്കുന്നത്. ഉഴുതുമറിക്കപ്പെടുകയാണ്. പാപത്തിൻ്റെ വേരുകളുണ്ടെന്നീ അകത്ത്, ആദാമ്യ പ്രകൃതി അകത്തുണ്ട് അല്ലേ? നൂറ്റാണ്ടുകളായിട്ട് ഉറഞ്ഞു തറഞ്ഞു കിടക്കുന്ന തരിശ് നിലങ്ങളാണ്. അവിടെ മുള്ളും പറക്കരയൊക്കെ ഇങ്ങനെ മുളച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഉഴുതുമറിച്ച് അതിൻ്റെ വേരുകളൊക്കെ പൊട്ടിച്ച് അതിനെയൊക്കെ പിഴുതു കളഞ്ഞ് കല്ലും അതും ഇതുമൊക്കെ എടുത്തു മാറ്റിക്കളഞ്ഞ് അങ്ങനെ ഒരുക്കിയ നിലത്തേക്ക് പരിശുദ്ധ റൂഹ വിത്തുമായി വരും. അങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്. അത് എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിൻ്റെ കാര്യത്തിൽ എങ്ങനെ ആപ്ലിക്കബിൾ ആകുമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. തർക്കം കഴിഞ്ഞു കേട്ടോ, തർക്കമൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഉത്തരം. കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കാൻ ബൈബിൾ പഠിപ്പിക്കുന്നില്ല, കൊടുക്കരുതെന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല. യഥാർത്ഥ വഴിയായി പറഞ്ഞു തരുന്നത് സുവിശേഷം എന്ന വഴി. സുവിശേഷം എന്ന വഴി. ആ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾവിക്കാരുടെ അകം കത്തിജ്വലിക്കും അല്ലേ? എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ ഒരു ഗുഡ് ന്യൂസ് കേട്ടു അല്ലേ? നീ മാത്രം ഇതൊന്നും അറിഞ്ഞില്ല എന്നാണ് കർത്താവിനോട് അവർ ചോദിച്ചത്. അപ്പം തിരിച്ചെന്നാ പറഞ്ഞത്? സകല പ്രവാചകന്മാരും പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അയ്യോ, ഇതാരോടാ പറഞ്ഞേ? എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് മാത്രമല്ല, ഈ സത്യവചനം വിശ്വസിക്കാത്ത എല്ലാവരോടുമുള്ള ബന്ധത്തിലാണ് ആ ശബ്ദം മുഴങ്ങുന്നത്. ഞാനല്ല കേട്ടോ പറയുന്നത് കർത്താവ് ഈശോ മിശിഹാ തന്നെയാണ്. പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ പറയപ്പെട്ട കാര്യങ്ങളൊന്നും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. പൂർവന്മാർ എഴുതി വെച്ച് സ്ഥാപിച്ച് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ ഉള്ളടക്കം ആഴവും അന്വേഷിക്കുകയോ തേടുകയോ ചെയ്യാതെ ബോധിച്ചതുപോലെ തോന്നിയതുപോലെ വ്യാഖ്യാനമായിട്ട് വന്നിരിക്കുന്നു. വ്യാഖ്യാനങ്ങൾക്കെല്ലാം ഒരു ദിവസം ന്യായം പറയേണ്ടി വരും. ഈ വ്യാഖ്യാനങ്ങളെല്ലാം പഴയ നിയമം പുതിയ നിയമം യോജിച്ച് നിൽക്കണം. യേശുക്രിസ്തു പറഞ്ഞതായിട്ടും അപ്പോസ്തലന്മാർ പറഞ്ഞതുമായിട്ട് ഒത്തുവരണം. ഇതൊന്നും ഒത്തുവരുന്നില്ലെങ്കിൽ ശിഷ്ടം വരും. അത് വലിയ കുഴപ്പമായിട്ട് മാറും, അത് വലിയ അപകടമായിട്ട് മാറും. അപ്പോൾ നമ്മൾ എന്നാ പറയുന്നത്? യോഹന്നാൻ 6:44 എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്ക വരുവാൻ കഴിയില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെ ആകർഷിക്കില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളെ ആകർഷിച്ചു കഴിഞ്ഞാൽ അടുത്ത പടി പറയേണ്ടത് യോഹന്നാൻ 16:8 വാക്യമാണ്. യോഹന്നാൻ 16:8 വായിച്ചേ. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ഞങ്ങൾ ഈ വാക്യങ്ങളൊക്കെ അതിൻ്റെ സന്ദർഭങ്ങളുണ്ട്, സന്ദർഭങ്ങൾക്കനുസരിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി അല്ല ഇത് വെക്കുന്നത്. ഇത് പാപിയായൊരു മനുഷ്യനോടുള്ള ബന്ധത്തിലാണ് ആദ്യം ഈ വാക്യം അപ്ലൈ ചെയ്യുന്നത്. ആദാമ്യ വർഗത്തിൽപ്പെട്ടൊരു മനുഷ്യൻ, ആരും ആയിക്കൊള്ളട്ടെ, ഏത് മതത്തിൽപ്പെട്ടവനും ആയിക്കൊള്ളട്ടെ, ദൈവസന്നിധിയിൽ മതമൊന്നുമില്ല. ദൈവത്തിൻ്റെ നോട്ടത്തിൽ പാപിയും വീണ്ടെടുക്കപ്പെട്ടവരും 2 കൂട്ടരേ ഉള്ളൂ. തൻ്റെ പുത്രൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും മറു സൈഡിലുള്ള എല്ലാവരും പാപികളാണ്. എല്ലാവർക്കും അവസരം അവിടെ കിടക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ പാപികളായ മനുഷ്യരോടുള്ള ബന്ധത്തിൽ, അതാണ് ലോകം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ ഈ ആകർഷണ വലയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു തുടങ്ങും. പാഴും ശൂന്യവുമായ ആ ജീവിതം, ഇരുളടഞ്ഞ ജീവിതം, ഇരുളിന്മീത പരിശുദ്ധാത്മാവ് പരിവർത്തിക്കും. അങ്ങനെ പരിവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പാപബോധം ഉളവാകും. ഇതൊക്കെ 56 ദിവസമായ കൊച്ചിൻ്റെ കാര്യത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നിങ്ങൾ പറ. എനിക്കറിയില്ല. കുഞ്ഞിനെ എങ്ങനെ മാമോദീസ കൊടുക്കുമെന്നൊന്നും ഒരു പിടിയില്ല. അത് ഏത് അർത്ഥത്തിൽ ഏത് രീതി കൊടുക്കാൻ കഴിയും? വീണ്ടും ജനനം എന്ന് പറയുന്ന വിഷയത്തിൽ തന്നെ തട്ടിമുട്ടി വീണു, കീറാമുട്ടിയായി. അതായത് പ്രവൃത്തിയാലുള്ള രക്ഷയല്ല പുതിയ നിയമം പഠിപ്പിക്കുന്നത്. മാമോദീസ അഥവാ സ്നാനം എന്ന് പറയുന്നൊരു പ്രവൃത്തിയാണ്. സ്നാനപ്പെട്ട് സ്വർഗത്തിൽ പോകാമെന്ന് ചിന്തിക്കുന്ന പെന്തിക്കോസുകാരും ഉണ്ട്. സ്നാനപ്പെടുന്ന സ്വർഗത്തിൽ പോകാനാണോ? സ്നാനം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് ഒരാൾക്ക് ഡയറക്റ്റ് കടന്നു വരാൻ കഴിയില്ല. ഒരു പാപിയായ മനുഷ്യന് ഡയറക്റ്റ് സ്നാനപ്പെടാൻ കഴിയില്ല. ഈ ഭൂമി ജനിക്കുന്ന സകല മനുഷ്യരും ആദാമിലാണ് ജനിക്കുന്നത്. ജഡത്തിൻ്റെ ഇഷ്ടത്താൽ ജനിക്കുന്നവരാണ്. അവർക്ക് ഡയറക്റ്റ് സ്നാനപ്പെടാൻ എങ്ങനെ കഴിയും? ഡയറക്റ്റ് എങ്ങനെ സ്നാനപ്പെടാൻ കഴിയും? ഇവിടെയാണ് ഞങ്ങൾ നിഴലും പൊരുളും ഒക്കെ പഠിപ്പിക്കുന്നത്. ഗംഭീര പഠനങ്ങളാണ്.
നമ്മൾ പഴയ നിയമത്തിൽ നിന്നും കാര്യങ്ങൾ പറയും, നിഴലും പൊരുളും ഒക്കെ ഗംഭീരമായി പറയും. ഈ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് നമ്മൾ വരുമ്പോൾ നിങ്ങൾ നോക്കുക, ഈ വാതിൽ എന്ന് പറയുന്നത് സുവിശേഷത്തെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് വിശുദ്ധ ബൈബിളിൽ ഏറ്റവും സീരിയസ് ആയി പഠിക്കാൻ വെച്ചിരിക്കുന്ന ഒരേ ഒരു പഠന വിഷയം ടാബർനാക്കിളാണ്. അത് ഏത് അച്ഛനായാലും കൊച്ചച്ഛനാണേലും കേട്ടുകൊള്ളുക. ഇതിൽ ഏറ്റവും സീരിയസ് സബ്ജക്റ്റ് എന്ന് പറയുന്ന 50-ലധികം അധ്യായങ്ങൾ ഡയറക്റ്റ് ഉണ്ട് ടാബർനാക്കിൾ സ്റ്റഡിക്ക് വേണ്ടി. അതേസമയം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് വെറും 2 അധ്യായമേ ഉള്ളൂ. മനുഷ്യനെ സൃഷ്ടിച്ചതും അവൻ്റെ വീഴ്ചയും ഒക്കെ പറയാനായിട്ട് 3 അധ്യായമേ വെച്ചിട്ടുള്ളൂ. എന്നാൽ സമാഗമന കൂടാരം എന്ന വിഷയത്തെക്കുറിച്ച് 50 ഡയറക്റ്റ് അധ്യായങ്ങളാണ് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും പറയുന്നത്. അത് തന്നെയല്ലാതെ പഴയ നിയമത്തിൽ അനേക അധ്യായങ്ങളിൽ ഈ വിഷയം കിടക്കുകയാണ്. അനേക അധ്യായങ്ങളിൽ ഈ കാര്യം കിടക്കുകയാണ്. ഡയറക്റ്റ് അധ്യായങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ വേറൊരു സബ്ജക്റ്റ് ഇല്ല. അതിൻ്റെ കാരണം എന്നാ? ഇത് ദൈവരാജ്യത്തിൻ്റെ നിഴലാണ്. ഇത് യേശുക്രിസ്തുവിൻ്റെ നിഴലാണ്. ദൈവസഭയ്ക്ക് നിഴലാണ്. അപ്പോൾ അങ്ങനെ ഈ നിഴലായ കാര്യം പുതിയ നിയമത്തിൽ എവിടെയെല്ലാം ഇത് കോട്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? സ്തേഫാനോസിൻ്റെ പ്രസംഗം നോക്കുക, പത്രോസിൻ്റെ പ്രസംഗം നോക്കുക, പൗലോസിൻ്റെ പ്രസംഗം നോക്കുക. പിന്നീട് എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ കുറഞ്ഞത് 4 അധ്യായം. അത് തന്നെയല്ല, ബാക്കി അധ്യായങ്ങളിലെല്ലാം ഇതുമായി റിലേറ്റഡ് ആയ കാര്യങ്ങളാണ് എബ്രായ ലേഖനത്തിലുള്ളത്. അതുകൊണ്ടാണ് ഇത് സീരിയസ് വിഷയമാണെന്ന് പറയുന്നത്. ഇതിൻ്റെ ഗൗരവമായ പഠനങ്ങൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പോലും ഉണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഈ സമാഗമന കൂടാരം, ഇതിൻ്റെ മുൻപിലിരിക്കുന്ന യാഗപീഠം, യാഗപീഠത്തിൽ നടക്കുന്ന യാഗങ്ങൾ, ഇതൊക്കെയായിട്ട് റിലേറ്റഡായ എന്തെല്ലാം കാര്യങ്ങളാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനെ ഭൂമിയുടെ ഫലം എന്ന് വിളിക്കുന്നുണ്ട്. ഭൂമിയുടെ ഫലം. അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ നടക്കുന്ന യാഗങ്ങളിൽ 2ാമത്തെ യാഗമായ ഭോജനയാഗം അഥവാ ഗ്രെയിൻ ഓഫറിങ് അല്ലെങ്കിൽ മീൽ ഓഫറിങ് എന്ന് പറയുന്ന ആ ഗ്രെയിൻ ഓഫറിങ് എക്സ്പ്ലെയിൻ ചെയ്തു വരുമ്പോഴാണ് ഭൂമിയുടെ ഫലം എന്നുള്ളൊരു കാര്യം വിശദീകരിക്കുന്നത്. ആ കാര്യം യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായമൊക്കെ ആയിട്ട് ചേർത്ത് വെച്ച് പറയും. അപ്പോൾ ഈ പഴയ നിയമം പുതിയ നിയമമൊക്കെ ഇത് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ പഠനങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. അതൊക്കെ വിശുദ്ധന്മാർ വചനത്തിലും വിശ്വാസത്തിലും ഉറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നോക്കണം, വാതിൽ തുറന്നാൽ ആദ്യം കാണുന്നത് യാഗപീഠമാണ്. 2ാമതാണ് താമ്രത്തൊട്ടി കാണുന്നത്. താമ്രത്തൊട്ടിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താ? വിശ്വാസ സ്നാനത്തിൻ്റെ ആഴങ്ങളാണ്, ആത്മസ്നാനത്തിൻ്റെ ആഴങ്ങളാണ്. യാഗപീഠം എന്താ വിളിച്ചു പറയുന്നത്? വീണ്ടെടുപ്പിനെയാണ് യാഗപീഠം കാണിക്കുന്നത്, രക്ഷയാണ് കാണിക്കുന്നത്, മാനസാന്തരത്തെയാണ് കാണിക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ആദ്യം രക്ഷയാണ്. രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് മാമോദീസായിക്ക് പോകേണ്ടത്. രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് രക്ഷകനോട് ചേരുവാൻ സ്നാനമേൽക്കേണ്ടത്. സ്നാനമേൽക്കുന്നത് ആരോട് ചേരാനാ? രക്ഷകനോട് ചേരുവാനാണ്. അതിന് മറുഭാഗത്ത് പറയാം വിശുദ്ധന്മാരോട് ചേരുവാനുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയാം. പക്ഷെ അതല്ല ആദ്യം പറയുന്നത്. ആദ്യം പറയുന്നത് രക്ഷിച്ചവനോട് ചേരുക എന്നുള്ളതാണ്. അടുത്തത് എന്താ പറയുന്നത്? രക്ഷിച്ചവനെ ധരിക്കുകയാണ്, ക്രിസ്തുവിനെ ധരിക്കുകയാണ്. ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തൻ്റെ തത്വങ്ങളും പ്രമാണങ്ങളും നാം ധരിച്ചിരിക്കുകയാണ്, തൻ്റെ ഉപദേശങ്ങളെ ധരിച്ചിരിക്കുകയാണ്. നമ്മെ കാണുന്നവർ ഒരു പ്രമാണമുള്ളവരായിട്ടാണ് നമ്മെ കാണുന്നത്, അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഓടി കിടക്കുന്നവരായിട്ടല്ല. പ്രമാണമുള്ളവരാണ്, അതാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സീരിയസ്നെസ് എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ആദ്യം യാഗപീഠം വഴിയാണ് വീണ്ടെടുപ്പ്. വീണ്ടെടുക്കപ്പെട്ടവനാണ് മാമോദീസയ്ക്ക് ഇറങ്ങിത്തിരിക്കേണ്ടത്. ആ യാഗപീഠത്തെ സംബന്ധിച്ചൊരു വാക്യം വായിച്ചേ, 1 കൊരിന്ത്യർ ലേഖനം 1:30. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പറയുന്നത്? ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്നു, വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുന്നു, അങ്ങനെ പല കാര്യങ്ങളും. ആ വാക്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമുണ്ട്, യാഗപീഠം അല്ലെങ്കിൽ കാൽവറിയിലെ ക്രൂശ്. ആ വാക്യത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? കാൽവറിയിലെ ക്രൂശ് അഥവാ ബലിപീഠം, യാഗപീഠം, വീണ്ടെടുപ്പിൻ്റെ ഇടം. എന്തെന്നാ വാക്യം പറഞ്ഞത് നമ്മോട്? ക്രിസ്തു തന്നെയാണ് നമ്മുടെ വീണ്ടെടുപ്പ്. അവൻ തന്നെയാണ് ബലിപീഠം, അവൻ തന്നെയാണ് വീണ്ടെടുപ്പിനുള്ള യാഗമൃഗം. എല്ലാം ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിലൂടെയാണ് നാം ആ വീണ്ടെടുപ്പിലേക്ക് വരുന്നത്. അങ്ങനെ വീണ്ടെടുപ്പിലേക്ക് വന്ന് അവിടെയാണ് നമ്മൾ വീണ്ടും ജനനത്തിൻ്റെ വിശദീകരണത്തിലേക്കൊക്കെ വരുന്നത്. അങ്ങനെ വീണ്ടും ജനിച്ച വ്യക്തി, ഇവിടെ കൃപയാലുള്ള രക്ഷയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ യാഗപീഠത്തിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താ? സൗജന്യമായ രക്ഷ, പ്രവൃത്തിയാലല്ല എന്ന് എഫേസ് ലേഖനവും റോമാലേഖനവും പഠിപ്പിക്കുന്നു. പ്രവൃത്തിയാലല്ല, വിശ്വാസത്താൽ അത്രേ, കൃപയാൽ അത്രേ.
രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു നമുക്ക് വേണ്ടി. അങ്ങനെ കൃപയാലുള്ള രക്ഷ നാം കരസ്ഥമാക്കി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള വ്യക്തികളാണ് അടുത്ത പടി മാമോദീസയ്ക്ക് ഇറങ്ങിത്തിരിക്കേണ്ടത്. ഇവിടെ നിന്നുകൊണ്ട് വിശദീകരണങ്ങളുണ്ട്, നമുക്ക് വലിയ വിശദീകരണങ്ങളാണ്. ദൈവം അനുവദിച്ച അടുത്ത ആഴ്ച ആ വിശദീകരണത്തിലേക്ക് പോകാം. സഹോദരങ്ങളെ, സമയം ഒത്തിരി മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞു വരുന്ന കാര്യത്തിൻ്റെ തുടർച്ച തന്നെ നമുക്ക് അടുത്ത ആഴ്ചയും ചിന്തിക്കാം. വിലപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാകാം, നിരന്തരമായി കേട്ടിട്ടുള്ളവർ ഇതിനകത്തുണ്ടെന്നുള്ളത് സ്പഷ്ടമാണ്. മുൻകാലത്ത് നമ്മൾ ഇതിൽ സമയം എടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. സമയത്തിനൊന്നും ഒരു കുറവില്ലായിരുന്നു ഇത് വിശദീകരിച്ച കാലത്ത്. കാരണം അന്ന് കൊറോണയായിരുന്നു, ആർക്കും എങ്ങും പോകണ്ടായിരുന്നു. വാച്ചലൊന്നും അന്ന് ഒരു മനുഷ്യക്കുഞ്ഞും നോക്കില്ലായിരുന്നു. അന്ന് ഡയബറ്റിക്കും ഇല്ലായിരുന്നു, ഷുഗറും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. മരുന്നും കഴിക്കണ്ട, ഗുളികയും കഴിക്കണ്ട, എല്ലാവരും ഇരിക്കുമായിരുന്നു. ഇത്ര തിരക്കെന്നെ പാസ്റ്റർക്ക്, കുറച്ചുകൂടെ പറഞ്ഞോളാനാന്ന് പറയുന്നത്. ഇന്നിപ്പോൾ അങ്ങനെ അല്ലെന്ന് എനിക്കറിയാം, കാലം മാറിയല്ലോ. അതൊക്കെ തിരിച്ചറിയുവാനുള്ള ബോധ്യവും ബോധമൊക്കെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ പറഞ്ഞത് ഈ കാര്യം വെച്ചിട്ട്? സുവിശേഷം പ്രസംഗിക്കുകയാണ്. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ക്രൂശ് വെളിപ്പെടും, അഥവാ കത്തുന്ന ബലിപീഠം വെളിപ്പെടും. യാഗപീഠത്തിൽ പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ അറുക്കപ്പെട്ട് കിടക്കുകയാണ്, നുറുക്കപ്പെട്ട് കിടക്കുകയാണ്, തകർക്കപ്പെട്ട് തച്ചുടയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. ആ കാഴ്ചയാണ് നമ്മുടെ കൺമുമ്പിലേക്ക് വരുന്നത്. പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ ഇങ്ങനെ തച്ചുടയ്ക്കപ്പെട്ട് കിടക്കേണ്ടതിൻ്റെ കാരണക്കാരൻ ആരാണ്? ഞാനല്ലേ, ഞാനല്ലേ, ഞാൻ മാത്രമല്ലേ, മറ്റാരുമല്ലെന്ന്, ഞാൻ മാത്രമാണ് അതിൻ്റെ കാരണക്കാരൻ. അവൻ എനിക്ക് പകരക്കാരനായിട്ടാണ് അവിടെ കിടക്കുന്നത്, ഞാൻ കിടക്കേണ്ട സ്ഥാനത്ത്. അതാണ് ദൈവത്തിൻ്റെ നീതി, അതുപോലെ ശിക്ഷാവിധിയുടെ കാഠിന്യം, അതെല്ലാം വെളിപ്പെടുകയാണ്. യോഹന്നാൻ 16:8 പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുകയാണ്. ഈ ബലിപീഠം മുന്നിൽ വെച്ചുകൊണ്ടാണ് ബോധ്യം വരുത്തുന്നത്. കണ്ണിൻ്റെ മുമ്പിൽ തുറന്നു വരികയാണ് കാര്യങ്ങൾ, അല്ലേ? ദൈവത്തിൻ്റെ നീതി അവിടെ വെളിപ്പെടുകയാണ്. ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുകയാണ്. വീണ്ടെടുപ്പിൻ വില കൊടുക്കുകയാണ്, വീണ്ടെടുപ്പിൻ വില കൊടുക്കുകയാണ്. മറുവിലയായിട്ട് പല കാര്യങ്ങളും നമ്മൾ പറയുമല്ലോ. ഇസ്രായേലിൻ്റെ ആദ്യജാതന്മാരിൽ കടിഞ്ഞൂലിനെയൊക്കെയും ആടിനെ കൊടുത്ത് വീണ്ടെടുക്കുന്ന കാര്യം നമുക്കറിയാം. അങ്ങനെ വീണ്ടെടുക്കേണ്ടതുണ്ട്, എല്ലാത്തിനും വീണ്ടെടുക്കണം, അല്ലെ കഴുത്തൊടിക്കണം, കഴുത്തൊടിച്ച് കൊന്നു കളയണം. കഴുതയ്ക്ക് വേണ്ടി ആരും വീണ്ടെടുപ്പ് വില കൊടുക്കാറില്ല, അതിനെ കഴുത്തൊടിക്കാൻ വെച്ചിരിക്കുക. അങ്ങനെ കഴുത്തൊടിക്കാൻ വെച്ച കഴുതകളാണ് നാം ഓരോരുത്തരും. കഴുത്തൊടിക്കാൻ വെച്ച കഴുതകളായിരുന്നു, ഒരു വിലയില്ലാത്തവരായിരുന്നു. ആ വിലയില്ലാത്തവരായിരുന്ന നമ്മെ, ഒരു പരിഗണനയും ലഭിക്കാതിരുന്ന നമ്മെ പരിഗണിച്ചുകൊണ്ട് തൻ്റെ പുത്രനെ അഥവാ ദൈവകുഞ്ഞാടിനെ നമുക്ക് പകരക്കാരനായി അറുക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു, ബലിയായി ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് കഴുതകളായിരുന്ന നമ്മെ വീണ്ടെടുത്തത്. ലോകചരിത്രത്തിൽ കേട്ട് കഴിവില്ല. ലോകത്തിൽ ആരും ചെയ്യുന്ന പണിയല്ല ആടിനെ കൊടുത്ത് കഴുതയെ വീണ്ടെടുക്കുക എന്ന് പറയുന്നത്. അതാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ മൂല്യം, ആ സ്നേഹത്തിൻ്റെ ആഴം. ആ സ്നേഹം അനുഭവിച്ചവർ അവരാ പറയുന്നത്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകുന്നു? നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? നമ്മുടെ എപ്പിസ്കോപ്പൽ സമൂഹങ്ങളിലുള്ള ധാരാളം പെൺകുട്ടികൾ നിന്നെ വിട്ട് എവിടെ പോകുന്നുള്ളതിന് പകരം അവർ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ ആട് മേയ്ക്കാൻ പോയ ചരിത്രങ്ങൾ കേട്ടിട്ടില്ലേ? അതിനാണ് മലയാളക്കരയിൽ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി, അവരുടെ മെത്രാന്മാരൊക്കെ വിവാദം ഉണ്ടാക്കിയ സംഭവങ്ങൾ. ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്നത്, ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് അവർ വലിയ ബഹളം വെച്ചു. അവരവരുടെ പെൺപിള്ളേരെ ഒന്നും ഇത് കേൾപ്പിച്ചിട്ടില്ലെന്നേ. ഏതെങ്കിലും കത്തോലിക്ക പെങ്കൊച്ച്, പാലാ രൂപതയിൽപ്പെട്ടൊരു പെങ്കൊച്ച് നമ്മുടെ ഈ മീറ്റിങ്ങിൽ വന്നിട്ട് ഈ ക്രൂശ് പ്രസംഗിക്കുമ്പോൾ അതൊന്ന് കേൾക്കാനിരിക്കുകയാണെങ്കിൽ പാലാ രൂപതയുടെ മെത്രാൻ എന്നാ പറയും? കേരളി വീട്ടിനകത്തെന്ന് പറയില്ലേ? എന്തെങ്കിലും അലിവ് കാണിക്കൂ, എന്തെങ്കിലും ഒരു ശാന്തതയോടെ, ആ മോളത് കേട്ട് കഴിഞ്ഞിട്ട് പോരെ കേട്ടോ, മോളത് കേട്ട് കഴിഞ്ഞിട്ട് പോരെ. പാലാ പിതാവ് വെളിയിൽ കാത്തു നിൽക്കാം വണ്ടിയായിട്ട്. പാസ്റ്ററുടെ പ്രസംഗം കഴിയുമ്പോൾ മോൾ ഇറങ്ങിപ്പോരെ, പിതാവ് വീട്ടിലാക്കി തന്നേക്കാം. അങ്ങനെ പറയുമോ? അങ്ങനെ പറയുമോ? കലക്കവെള്ളക്കാരൻ്റെ പ്രസംഗം കേൾക്കാനാണോ പോയിരിക്കുന്നടി എന്ന് ചോദിക്കില്ലേ? പക്ഷേ ഇപ്പം മോൾ എവിടെയാണ് നിൽക്കുന്നത്? മോൾ ആട് മേയിച്ചുകൊണ്ടിരിക്കുക, കോയാമാരുടെ ആട് മേയിച്ചുകൊണ്ടിരിക്കുകയാണ്, ആടിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുക. എന്തുമാത്രം ആട്ടുകുഞ്ഞുങ്ങൾ കയ്യിലുണ്ടെന്ന് തമ്പുരാന് മാത്രം അറിയാവൂ. അങ്ങനത്തെ പരുവത്തിലെത്തി. എന്താ കാരണം? സത്യവചനം ഇല്ലെന്ന് എങ്ങും, സത്യവചനമൊന്നുമില്ല. ഇതൊക്കെ പറയുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുക. ഒന്ന് പറഞ്ഞ് രണ്ടിന് സമാഗമന കൂടാരെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഒന്ന് പറഞ്ഞിന് എത്ര ഓർത്തഡോക്സുകാരെ, എത്ര കത്തോലിക്കരെയാണെന്നറിയാവോ ഈ വിഷയം പ്രസംഗിച്ച് മാമോദീസയിലേക്ക് കൊണ്ടുവന്നതെന്ന് അച്ഛന്മാർക്ക് അറിയാവോ? ഈ ഒറ്റ വിഷയം പ്രസംഗിച്ച് എത്ര കത്തോലിക്കരെ, എത്ര ഓർത്തഡോക്സുകാരനെ ഞങ്ങൾ വെള്ളത്തിലിറക്കിയെന്ന് അറിയാമോ? ഇനി ഇറക്കും. കർത്താവ് വരാൻ താമസിച്ച അച്ഛന്മാരെയും കോർ എപ്പിസ്കോപ്പന്മാരെയും ഇറക്കും. അതെന്നെ ബലപ്രയോഗത്തിൽ ഇറക്കുമെന്നാണോ?
ഒരു ബലപ്രയോഗമില്ല. പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു തുടങ്ങിയാൽ ഏത് അച്ഛനെ, ഏത് കോറപ്പീസ്കോപ്പയ്ക്കാ ഉറച്ചു നിൽക്കാൻ കഴിയുന്നത്? മൂട്ടുകൂട്ടിയിടിക്കും. വാമ്പന്മാരെ വീഴ്ച ചരിത്രമാണ് ക്രിസ്ത്യാനിറ്റിക്കുള്ളത്. വാമ്പന്മാരെ, മല്ല് പിടിച്ചവന്മാരെ, മസിൽ പിടിച്ചവന്മാരെയൊക്കെ മുട്ടുകുത്തിച്ച ചരിത്രം ക്രിസ്ത്യാനിറ്റിക്കുണ്ട്. സത്യ ക്രിസ്ത്യാനിത്വത്തിനുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. സത്യപാതയെ വെളിപ്പെടുത്തുന്നത്, യഥാർത്ഥ പാത, പാപബോധം ഉളവാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. യോഹന്നാൻ 16:8 കുഞ്ഞുകളിയല്ലെന്നേ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപബോധം ഉണ്ടാകണം, ഒരു എൻകൗണ്ടർ നടക്കണം. അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിലോ എനിക്കറിയില്ല, നിങ്ങൾ തീരുമാനിച്ചോ. ഈ പാപബോധം വന്ന് പാപക്ഷമ വാങ്ങിയ ഒരു വ്യക്തിക്കാണ് മാമോദീസ കൊടുക്കേണ്ടത്. അതിന് പകരം വേറൊരാൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടായിരിക്കും. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു താല്പര്യമില്ലെന്ന് ആ കാര്യത്തെക്കുറിച്ചൊന്നും. ബൈബിൾ അതൊന്നും പറയുന്നില്ല. ഏതാ ഈ തലതൊട്ടപ്പന്മാരുടെ കാര്യം? ഇതൊന്നും ബൈബിൾ പറയുന്നില്ല. വാക്യവും ഇല്ല, മുറിവാക്യവും ഇല്ല, അരവാക്യവും ഇല്ല, ഒരു വാക്യവും ഇല്ല. പുതിയ നിയമത്തിൽ രക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ ഒന്നടങ്കം രക്ഷിച്ചു കൊണ്ടുപോകുന്നു. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. പഴയ നിയമത്തിൽ കുടുംബമായിട്ടല്ല രക്ഷിച്ചത്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനവർഗത്തെയാണ് മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോയത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വ്യക്തിപരമാണ്. കുടുംബമൊന്നുമില്ല. ഇവിടെ കുടുംബത്തിൻ്റെ വിഷയമൊന്നും ഉദിക്കുന്നില്ല. വ്യക്തിപരമാണ് രക്ഷ. ഓരോരുത്തർ രക്ഷയിലേക്ക് വരണം. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ വിഖ്യാതമായ പ്രഖ്യാപനമാണ് 2 ശമൂവേലിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. ചരിത്രം, പശ്ചാത്തലം നമുക്കറിയാം. ദാവീദ് മട്ടുപ്പാവിലൂടെ ഒന്ന് ഉലാവി, അപകടമായിപ്പോയി. പിന്നത്തേതിൽ ബത്ശേബയെ തൻ്റെ അരമനയിൽ വിളിപ്പിച്ചു. അങ്ങനെ അതിലൂടെ ഒരു കുഞ്ഞ് ഉൽപ്പാദിതമായി. ആ കുഞ്ഞിനെ യഹോവ ബാധിച്ചു. അങ്ങനെ നമ്മൾ കാണുന്നത്. ആ കുഞ്ഞ് മരണപ്പെട്ടു. അപ്പോൾ അങ്ങനെ രട്ടിലും വെണ്ണീറിലും ഇരിക്കുന്ന ദാവീദ് കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥനയും ദൈവമുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ അവസാനം ഉത്തരം വന്നു. കുഞ്ഞ് മരിച്ചുപോയി, സൗഖ്യം കിട്ടിയില്ല. ആ സമയത്ത് ദാവീദ് പറയുന്ന കാര്യമാണ് ഞങ്ങൾ എല്ലാ കാലവും ആധികാരികമായി പറയുന്നത്. അത് കാഹളം ധരിക്കുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ അവിടെ പറയുന്നത്? 12:23. ഇപ്പോഴോ അവൻ മരിച്ചുപോയി. ദാവീദ് പറയാണ് അവൻ മരിച്ചുപോയി. ഇനി ഞാൻ ഉപവസിക്കുന്ന എന്തിന്? ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ട്. ഇനി ഞാൻ ഉപവസിക്കുന്ന എന്തിന്? ഇനി അതുകൊണ്ടൊന്നും കാര്യമില്ലെന്ന്. അവനെ മടക്കി വരുത്തുവാൻ എനിക്ക് കഴിയുമോ? ഞാൻ അവൻ്റെ അടുക്കിലേക്ക് പോവുകയല്ലാതെ അവൻ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ലല്ലോ എന്ന് പറഞ്ഞു. അതായത് ഈ മരിച്ച കുഞ്ഞ്, ബത്ശേബയിലൂടെ ഉണ്ടായ ഈ കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ പശ്ചാത്തലം നമുക്കറിയാമല്ലോ. അതൊരു ഒരു ഒരു കറക്റ്റ് ട്രാക്കിലൂടെയല്ല ജനനം പോലും. പറയുകയാണെങ്കിൽ മാനുഷികമായി പറഞ്ഞാൽ, അല്ലേ, ട്രാക്കൊന്നും ക്ലിയർ അല്ലെന്ന് വേണേൽ നമുക്ക് പറയാം. എങ്കിൽ പോലും ആ കുഞ്ഞ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ആ കുഞ്ഞിനോടുള്ള ദൈവത്തിൻ്റെ കരുതലും മനസ്സലിവും നമ്മളൊന്ന് നോക്കി. ഏതൊരു കുഞ്ഞിനോടുമുള്ള ആ മനസ്സലിവും സ്നേഹമൊക്കെ നമുക്ക് ഈ പുസ്തകം പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ആ കുഞ്ഞിപ്പോൾ ആയിരിക്കുന്നത് അബ്രഹാമിൻ്റെ മടിയിലേക്കാണ് പോയിരിക്കുന്നത്. അതായത് പാതാള പർദീസയിൽ അബ്രഹാമിൻ്റെ മടിയിലേക്കാണ് കുഞ്ഞ് പോയിരിക്കുന്നത്. മുകൾ തട്ടിലേക്ക്. താഴെയുള്ള തട്ടാണ് ടോർമെൻറ്റിങ് പ്ലേസ്. അന്നത്തെ പശ്ചാത്തലം വെച്ചാൽ കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ കുഞ്ഞ് അങ്ങോട്ട് പോയി. ദാവീദ് പറയാണ് കുഞ്ഞിനി എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരില്ല, പകരം ഞാൻ അവൻ്റെ അടുക്കിലേക്ക് പോകുന്നു. ദാവീദ് മരിച്ചപ്പോൾ ചെന്നത് അബ്രഹാമിൻ്റെ മടിയിലേക്കാണ്. അങ്ങനെ അവരുടെ കുഞ്ഞുങ്ങളൊക്കെ മരിച്ചപ്പോൾ അങ്ങോട്ടാണ് പോയത്. കുഞ്ഞുങ്ങൾക്ക് ഈ കൊച്ചിന് പരിച്ഛേദന കൊടുത്തോ? ഈ കുഞ്ഞിന് ആരെങ്കിലും പരിച്ഛേദന കൊടുത്തോ? ഈ കുഞ്ഞിന് ഒരു ചേതനയും കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. ആ കുഞ്ഞിന് വല്ലതും കൊടുത്തോന്ന് പോലും നമുക്കറിയില്ല. അതിന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സാവകാശം കിട്ടിയില്ല സഹോദരങ്ങളെ. കുഞ്ഞ് മരിച്ചുപോയി എന്നേ. 56-ന് മുമ്പ് കുഞ്ഞ് മരിച്ചുപോയി. ഹലോ, കേൾക്കണം. 56-ന് മുമ്പ് കൊച്ചു മരിച്ചുപോയി. ആ കൊച്ചു വിശ്രമത്തിലേക്കാണ് പോയത്. ഏതൊരു കൊച്ചും മരിച്ചു പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ്. അല്ലാതെ കുഞ്ഞിനെ എടുത്ത് നരകത്തിലേക്ക് ഇടുന്നൊരു ദൈവമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന വലിയവനും ഭയങ്കരനും മഹാനുമായ ദൈവം. അവൻ തേജോമയനാണ്, അപ്പോൾ തന്നെ അവൻ സ്നേഹസമ്പന്നനാണ്, അവൻ കരുണാസമ്പന്നനാണ്, മനസ്സലിവുള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്. തൻ്റെ കരുണയാൽ ആ കുഞ്ഞിനെ വിശ്രമത്തിലേക്ക് ചേർത്തു. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ ബോധ്യമാണ്, പ്രത്യാശയാണ്. ഞാനും ആ വിശ്രമത്തിലേക്ക്, അബ്രഹാമിൻ്റെ മടിയിലേക്ക്, ആ സ്വസ്ഥതയിലേക്ക് ഞാനും പ്രവേശിക്കുമെന്നുള്ളത് ദാവീദിൻ്റെ ബോധ്യമാണ്. ഞങ്ങൾക്കും ആ ബോധ്യമുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും മരിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞും തീപ്പൊയ്കയിലേക്ക് പോകുന്നില്ല. പാപബോധം ഉളവാകുന്നതിന് മുമ്പ് ഒരു കുഞ്ഞും പോകുന്നില്ല. അവർക്ക് ഏതോ ഒരു പ്രായത്തിൽ പാപബോധം ഉളവാകും. അവർ പാവിയാണെന്നൊരു തിരിച്ചറിവിലേക്ക് വരും. ആ തിരിച്ചറിവ് വരുന്ന സമയം മുതൽ അടുത്ത സെക്കൻഡിൽ അവർ രക്ഷകനെ കണ്ടെത്തിക്കൊള്ളണം. അതാണ് ഞങ്ങളുടെ പഠനം, ഞങ്ങളുടെ ബോധ്യം. എന്നവർക്ക് തിരിച്ചറിവ് വരുന്നോ അതിന് സമയവും കാലവും ഞങ്ങൾക്കറിയില്ല.
കുഞ്ഞിന് എന്നാ മാമോദീസ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതാ പറഞ്ഞ ഉത്തരവാണെന്ന് ഈ പറയുന്നത്. അവർക്ക് എന്ന് പാപബോധം ഉളവാകുന്നു, അവരൊരു പാപിയാണെന്ന് എന്ന് തിരിച്ചറിയുന്നു, അവരിൽ പാപം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു, ആ സമയത്ത് അവർ സറണ്ടർ ചെയ്യണം. അവർ രക്ഷകനെ കണ്ടെത്തണം, അവർ രക്ഷയെ ആസ്വദിക്കണം. ദൈവരാജ്യത്തിലേക്ക് വരുന്ന സകല മനുഷ്യരും രക്ഷയെ ആസ്വദിക്കണം. എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങൾക്കത് അറിയില്ല. ആ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായി വരുമ്പോൾ അവൻ ബാറ് നടത്തും, കള്ളുഷാപ്പ് നടത്തും, അവൻ ഗുണ്ടാസംഘം നടത്തും, അവൻ പലതും നടത്തും. അതിൻ്റെ കാരണം എന്നാ? അവൻ രക്ഷയെ ആസ്വദിച്ചിട്ടില്ല. പാപം എന്തെന്ന് അവൻ അറിയില്ല. അവൻ ഓണത്തിനും ക്രിസ്മസിനും സംക്രാന്തിക്കും ഉള്ള ബാറായ ബാറി മുഴുവൻ കയറി ഇറങ്ങി മേടിച്ചുകൊണ്ട് വരും. വീട്ടിലിരിക്കുന്ന അപ്പനും അമ്മയ്ക്കും പെൺപിള്ളേർക്കും ആൺപിള്ളേർക്കും ഒക്കെ കൊടുക്കും അവൻ. കാരണം ഇവൻ ഗുണപ്പെട്ടിട്ടില്ലെന്നേ. ഇവൻ്റെ തലയിൽ ആരോ ഇച്ചിരി വെള്ളം തെളിച്ചു, ഏതോ ഇച്ചിരി ഓയില് എന്തോ ഇച്ചിരി അവൻ്റെ മേത്ത് പൂശിയെന്നേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനാൽ അവൻ സ്പർശിക്കപ്പെട്ടിട്ടില്ല. അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വാസം ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞ പോലെ എണ്ണയിലൊന്നും അല്ലെന്നേ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത്. നിങ്ങൾ എങ്ങനെ സ്ഥാപിക്കാൻ നോക്കിയാലും നടക്കില്ല, ഒരിഞ്ച് നടക്കില്ലെന്ന് ഞങ്ങൾ പറയുകയാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വ്യക്തി, ചുമ്മാ ശക്തിയല്ല, വ്യക്തി ഇന്ന് എൻ്റെ ഉള്ളിൽ വാസം ചെയ്യുകയാണ്. എന്നോട് സംസാരിക്കും, അവൻ എന്നെ നേർവഴിയിൽ നടത്തും, എന്നെ ആശ്വസിപ്പിക്കും, എനിക്ക് ആലോചന പറഞ്ഞു തരും. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ പറയുന്ന എണ്ണയ്ക്ക് ആലോചനയല്ലോ ഉണ്ടോ? എണ്ണയ്ക്ക് ആലോചന ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പരിപാടിയൊന്നും നടക്കില്ല. അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്നേ, വെറുതെ ഞങ്ങളെ പേടിപ്പിക്കാമെന്നുള്ളൂ. ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട് ഞങ്ങളുടെ മുതുകത്ത് കയറി ഇരുന്ന് പടക്കം പൊട്ടിക്കാം, ഞങ്ങൾ തിരിച്ചൊന്നും പറയില്ലല്ലോ. തിരിച്ചു പറയാത്ത ആൾക്കാരെ ആർക്ക് എന്തും പറയാം, എന്തും ഉപദ്രവിക്കാം, അത്ര തന്നെ. നിലനിൽക്കില്ല നിങ്ങളുടെ ആശയങ്ങൾ, 8 നിലയിൽ തകരും. ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ ന്യായം വിധിക്കപ്പെടുന്നൊരു ദിവസമുണ്ട്, ഓർത്തോ. അനുദപിച്ച് മടങ്ങി വരിക വചനത്തിങ്കിലേക്ക്, അത്യുന്നതിൻ്റെ സന്നിധിയിൽ സറണ്ടർ ചെയ്യുക, ബുദ്ധിയും കഴിവും ആ കാര്യങ്ങളൊക്കെ അടിയറ വയ്ക്കുക. വെച്ച് കഴിയുമ്പോൾ അവിടുന്ന് ജ്ഞാനം തരും, സ്വർഗീയ ജ്ഞാനം. ആ ജ്ഞാനത്താൽ കാര്യങ്ങളെ വെളിപ്പെട്ട് കിട്ടി ഏറ്റെടുത്ത് ദൈവവഴിയിലേക്ക് തിരിയാനായിട്ട് ഉത്സാഹിക്കുക സഹോദരങ്ങൾ, മനസ്സിലാക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് പാപബോധം തരും, നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. ഭയാനകമായ ന്യായവിധിയാണ് ബലിപീഠം നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ഭയാനകമായ ന്യായവിധി. വിശദീകരണത്തിലേക്ക് പോകാം നമുക്ക് അടുത്ത ദിവസം. അപ്പോൾ പല പല കാര്യങ്ങളെന്ന് പറഞ്ഞു, ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ ഓർഡറില്ലാതെയും പറഞ്ഞു. പക്ഷേ ഇപ്പം പറഞ്ഞതൊക്കെ നല്ല ഓർഡറിൽ തന്നെയാണ്. പാപിയായ ഒരുവൻ അത്യുന്നതൻ്റെ സന്നിധിയിലേക്ക് വരണമെങ്കിൽ ഇതല്ലാതെ വേറെ വാതിലില്ല, വേറെ വഴിയുമില്ല. ഒരൊറ്റ വാതിൽ. ആ വാതിൽ തുറക്കുന്നത് എങ്ങോട്ടാ? വാതിൽ തുറക്കുന്നത് കാൽവറിയിലേക്കാണ്, ബലിപീഠത്തിൻ്റെ ചുവട്ടിലേക്കാണ്. ബലിപീഠത്തിലെ കാഴ്ചകളാണ് നമ്മെ പരുവപ്പെടുത്തേണ്ടത്. ഇതൊന്നും കുഞ്ഞിന് ബാധകമായ കാര്യമല്ല. കുഞ്ഞിനിതൊന്നും തിരിച്ചറിയാൻ കഴിയില്ല, കുഞ്ഞിനിതൊന്നും ആസ്വദിക്കാൻ കഴിയില്ല. കുഞ്ഞിനെ സംബന്ധിച്ച് കുഞ്ഞിനെ കുഞ്ഞായിട്ട് മാത്രം പരിഗണിക്കുക, കുഞ്ഞിനെ കുഞ്ഞായിട്ട് മാത്രം പരിഗണിക്കുക. ആത്മീയം എന്ന് പറയുന്നത് വളരെ ഗംഭീരമായ വിഷയങ്ങളാണ്. ദൈവരാജ്യ സംബന്ധിയായ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെയൊക്കെ വെറുതെ അംഗൻവാടി കൊണ്ടുപോയിട്ട് ചവിട്ടി അരച്ച് മെതിച്ച് കളയല്ലേ. ഇത് അംഗൻവാടി കേസല്ലത്, ഇത് ഗംഭീരമായ കാര്യമാണ്, ഗംഭീരമായ കാര്യമാണ്. ആ ഗാംഭീര്യത അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ ധ്യാനം അവസാനിപ്പിക്കാം. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. തൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് വീണ്ടും ഇതിൻ്റെ ചുള്ളുകൾ അഴിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോടെ പിരിയാം. താങ്ക് യു.